السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين شفيع المذنبين إمام المتقين رسول رب العالمين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. ബഹുമാനമുള്ള മഹാന്മാരായ ആലിമീങ്ങളെ, ഈ പരിപാടിയുടെ ബഹുമാന്യനായ അധ്യക്ഷൻ അലിഹാജി അടക്കമുള്ള ബഹുമാനപ്പെട്ട ഉമറാക്കളെ, മഹാന്മാരായ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെ, ബഹുമാനപ്പെട്ട ശ്രോതാക്കളെ, യുവ സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, ബഹുമാനമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവെ ഒരുമിച്ച് കൂടിയത് സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ ദാസന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ ഉമ്മക്കും ഉപ്പക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു തആല പുറത്തു തരട്ടെ. അവന്റെ മഹലായ ഫളല് അള്ളാഹു നമുക്ക് മേൽ ചൊരിഞ്ഞു തരട്ടെ. അള്ളാഹു മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി ഈമാനോടുകൂടി സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത ഉറപ്പിച്ച് മുത്തഖിയായി അള്ളാഹിന്റെ പരിശുദ്ധമായ ലിസ്റ്റിലായി അല്ലീനിലേക്ക് ആത്മാവ് എത്തിച്ചേരുന്ന കൂട്ടത്തിലായി പരലോകത്തേക്ക് കയറാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു ഈ ജീവിതം ഓരോ സെക്കൻഡും റബ്ബിന് വേണ്ടി ചെലവഴിച്ചവരിൽ അള്ളാഹു നമ്മെ ചേർക്കട്ടെ. ഇന്നും നാളെയും മറ്റന്നാളുമായി ജംറയെറിയുക എന്ന അതിപ്രധാനപ്പെട്ട കാര്യം മുഅ്മിനീങ്ങൾ നിർവഹിക്കുന്നത് പോലെ മനസ്സിൽ നിന്ന് ഇബ്ലീസിനെ ഓടിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഉളഹിയത്തിന്റെ ഈ ദിവസങ്ങളിൽ റബ്ബിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു മനസ്സുമായി ഇനിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ത്യാഗത്തിന്റെ ഒരു ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. ബഹുമാനപ്പെട്ട MK ഉസ്താദ് മഹാനായ ഒരു ആലിമും വലിയ സൂഫിയുമായി. അങ്ങനെ ഒരുപാട് ആളുകൾ വേറെയും നമ്മിൽ നിന്ന് മരിച്ചുപോയിരിക്കും. ഈ ബഹുമാനപ്പെട്ട ഉന്നതമായ ഈ വെളിച്ചം നമ്മിലേക്ക് എത്തിച്ച ഒരുപാട് ആളുകൾ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ കെ അബൂബക്കർ മുസ്ലിയ, മഹാനായ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയ, ബഹുമാനപ്പെട്ട സയ്യിദ് റഹ്മാൻ ബാഫഖ് തങ്ങൾ, മഹാനായ PMS മുക്കോയ തങ്ങൾ, പിന്നെ അവരുടെ കാലഘട്ടത്തിലെ ഉലമാക്കൾ, സാദാത്യങ്ങൾ, ഉമറാക്കൾ, അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകട്ടെ. ബഹുമാനപ്പെട്ട MK ഉസ്താദിന്റെ ഖബർ അല്ലാഹു തആല പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. ഈ മഹാന്മാർക്കെല്ലാം മുഹറവിയായ ദറജകളെ അല്ലാഹു തആല ഏറ്റി കൊടുക്കട്ടെ. അല്ലാഹു അവരോടുകൂടെ ഫിർദൗസിലേക്ക് ചേരാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, പെരുന്നാളിന്റെ ഒരു രാത്രിയാണ്. എന്റെ ഒരു നിയോഗം പോലെ
കഴിഞ്ഞ പെരുന്നാൾ, ചെറിയ പെരുന്നാളിൽ കളരാണ്ടേരിയിലും നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട സ്നേഹിതൻ നാസർ ബൈ സൂചിപ്പിച്ചതുപോലെ ഇന്ന് കാന്തപുരത്തും നാളെ കരുവമ്പൊയിലും നമ്മുടെ പരിപാടി നടക്കുകയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ പരിപാടികൾ ആരുടെയെങ്കിലും ശക്തി ക്ഷയിപ്പിക്കുന്നതിന് വേണ്ടിയോ ആരെയെങ്കിലും ഇകഴ്ത്തുന്നതിന് വേണ്ടിയോ ഒരിക്കലുമല്ല. അങ്ങനെ ആരും ധരിച്ചു പോകരുത്. പിന്നെന്താണ്, ഇത് വളരെ ഉദാത്തമായ ഒരു പന്ഥാവാണ്. ഈ പന്ഥാവിന്റെ മുന്നിൽ നമ്മൾ ഈ പറഞ്ഞ 3-4 ആളുകളുണ്ട്. അവരുടെ നിര ഇവിടെ മഹ്ദൂം തങ്ങന്മാരിലേക്ക് എത്തിച്ചേരും. ആ നിര ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങളിലേക്ക് എത്തിച്ചേരും. അത് ബഹുമാനപ്പെട്ട സക്കരിയ അൻസാരിയിലേക്ക് എത്തിച്ചേരും റളിയല്ലാഹു അൻഹു. അത് ഇമാം നവവി തങ്ങളിലേക്ക് എത്തിച്ചേരും. അതവിടെ നിന്ന് ഉയർന്നാൽ ഇമാം ശാഫിഈ തങ്ങളിലേക്ക് എത്തിച്ചേരും റളിയല്ലാഹു അൻഹു. പിന്നെ അവിടെ നിന്ന് പോയാൽ അത് ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ തങ്ങളിലേക്ക് എത്തിച്ചേരും. പിന്നെ അത് നേരെ എത്തുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക്. ഇത് അവകാശപ്പെടാൻ ലോകത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅയല്ലാതെ ഒരു പ്രസ്ഥാനവുമില്ല. അതിൽ കേരളത്തിൽ അതിന്റെ സംഘടിത ശൈലി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അല്ലാഹു അതിനെ എന്നെന്നും അതിന്റെ ശുദ്ധിയിൽ നിലനിർത്തുമാറാകട്ടെ. അതേക്കുറിച്ചൊന്നും ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ഈ ക്ലാസുകൾക്കൊക്കെ ഇവിടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എല്ലാവർക്കും അറിയുന്നതാണ്. ബഹുമാനപ്പെട്ട ദീനിനെ ഹയാത്താക്കുക. ഒന്നാമതായി ഖുർആൻ ക്ലാസുകൾ എന്ന പേരിൽ ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ നമ്മുടെ നാടുകളിൽ നടന്നിരുന്നു. അവർ തെറ്റായ വഴിയിലേക്ക് ഉമ്മത്തിനെ കൊണ്ടുപോയിരുന്നു. ഖുർആൻ ക്ലാസ് നടത്തിയിരുന്ന ഒരാളായിരുന്നു ചേകനൂർ. പിന്നീട് പല ആളുകളും ആ രംഗത്ത് വന്നു. പല ആളുകൾ, ഞാൻ അവരെയൊന്നും പേരെടുത്ത് ഇപ്പോൾ പറയുന്നില്ല. നമ്മുടെ ആളുകൾ, പല ആളുകളും അതിൽ ആകൃഷ്ടരായി. ഹക്കായ വഴിയിൽ നിന്ന് മനുഷ്യരെ തെറ്റിക്കുകയായിരുന്നു അതിന്റെയൊക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഖുർആൻ പറയുകയും അവരുടെ മലീമസമായ ആശയങ്ങൾ സമൂഹത്തിൽ നടപ്പിൽ വരുത്തുകയും ചെയ്തപ്പോൾ അതിനെതിരെ കാലോചിതമായി പ്രതികരിക്കേണ്ടി വന്നു. ആ പ്രതികരണത്തിന്റെ ഒരു ആധുനിക രീതിയാണ് ബഹുമാനപ്പെട്ട ഖുർആൻ ശരീഫ്. അല്ലാഹു തആല നിലനിർത്തുമാറാകട്ടെ. ഈ വലിയ പുരുഷാരത്തെ സാക്ഷി നിർത്തി ഇത് തുടങ്ങിയപ്പോഴും ഇതിപ്പോൾ ഈ നിലയിലെത്തി നിൽക്കുമ്പോഴും ഇലാഹായ ഏത് റബ്ബിന് വേണ്ടി ഇന്ന് ഞാൻ പെരുന്നാൾ നമസ്കരിച്ചിട്ടുണ്ടോ, ഏത് റബ്ബിന് വേണ്ടി ഇന്ന് മഗ്‌രിബ് നമസ്കരിച്ചിട്ടുണ്ടോ, ആ റബ്ബിനെ മുൻനിർത്തി നിങ്ങളെയൊക്കെ സാക്ഷ്യപ്പെടുത്തി ഒരു കാര്യം പറയുകയാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅയെ ശക്തിപ്പെടുത്തുക എന്നതല്ലാതെ ഒരു ലക്ഷ്യവും ഇതിന്റെ പിന്നിലില്ല. അതാരും ഭയപ്പെടേണ്ടതുമല്ല. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും ഇതിൽ സഹായിക്കണം. എല്ലാവരും ഇതിൽ സഹകരിക്കണം. ആരും ഇതിനെ ഭയപ്പെടരുത്. പകരം ഇതെല്ലാവരും നമ്മൾ കൂടി നിന്ന് പ്രവർത്തിക്കണം. അമ്പിയാക്കൾ കാലോചിതമായ ദഅവത്ത് ചെയ്തവർ. ബഹുമാനപ്പെട്ട സയ്യിദ്നാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് കാലോചിതമായ ദഅവത്തുണ്ടായിരുന്നു. സമൂഹത്തിൽ ബഹുമാനപ്പെട്ട കലിമ എത്തിക്കാൻ വേണ്ടി ആ കാലഘട്ടത്തിന്റെ ഉലുൽ അസ്മിൽ പ്രധാനിയായ, ഉലുൽ അസ്മിൽ 3-ാമത്തെ ആളായ മഹാനായ സയ്യിദ്നാ മൂസ തന്റെ മുഅജ്ജത്ത് പുറത്തെടുത്തു എന്ന് ഖുർആൻ പറയുന്നു. ഏതായിരുന്നു ആ മുഅജ്ജത്ത്? അത് വലിയ പാമ്പാക്കുകയായിരുന്നു. തന്റെ കൈ പ്രകാശിപ്പിക്കുകയായിരുന്നു. അല്ലാഹു നൽകിയ പ്രധാനപ്പെട്ട കഴിവുകളാണ്. ഈ കഴിവുകളുടെ ഉജ്ജ്വലമായ രീതിയിൽ നിന്നാണ് തൗഹീദിന്റെ പന്ഥാവിലേക്ക് ആയിരക്കണക്കായ മനുഷ്യർ വന്നിട്ടുള്ളത്. അത് അന്നത്തെ രീതിയായിരുന്നു. എന്തുകൊണ്ടെന്നാൽ എതിരാളികളുടെ കൈവശം ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതല്ലെങ്കിലും ജ്ഞാനികളായ ജ്യോത്സ്യന്മാരെ കൊണ്ടുവരൂ എന്ന് പറയുന്നുണ്ട് ഫിർഔൻ.
ലഅനത്തുല്ലാഹ്. ഉറക്കെ പറ ഫിർഔൻ ഇതുനി ബികുല്ലി സാഹിരിൻ അലീം. അലീം അലീം അലീം, ജ്ഞാനിയായ ജ്യോത്സ്യൻ. സത്യത്തിൽ അതൊരു ജ്ഞാനമേ അല്ല, ജ്ഞാനമായി ധരിച്ചതാണ്. എന്നിട്ടും ജ്ഞാനിനാണ്. അപ്പോൾ അലീം അലീം ആലിം എന്ന വാക്കിനേക്കാൾ പ്രൗഢമായ പ്രയോഗമാണ് അലീം. അപ്പോൾ വലിയ വിജ്ഞാനികളായ ജ്യോത്സ്യന്മാർ അവിടെ ഉണ്ടായിരുന്നു. ഒരായത്ത് ഇങ്ങനെയാ, വേറൊരായത്ത് ഒരിടത്ത് സാഹിർ എന്നാണ്, ഒരിടത്ത് സഹാർ എന്നാണ്. ഒന്നും കൂടി സൂപ്പർലെറ്റീവ്. മഹാജ്യോത്സ്യൻ, ജ്ഞാനിയായ മഹാജ്യോത്സ്യനെ കൊണ്ടുവരൂ എന്ന് പറയുന്നത് ഫിർഔൻ. എല്ലാവരെയും കൊണ്ടുവരുമെന്ന് പറയുന്നു. അവരോട് എതിരിടുകയാ സയ്യിദുനാ മൂസ. അപ്പോൾ കാലോചിതമായ അവരുടെ കഴിവിനെ മറികടക്കാതെ ദഅവത്തേൽപ്പിക്കാൻ കഴിയില്ല. അതാണ് ഫഅറാഹുൽ ആയത്തുൽ കുബ്രാ. എല്ലാ നബിമാർക്കും ആയത്തുൽ കുബ്രയുണ്ട്. മൂസാ നബിയുടെ ആയത്തുൽ കുബ്ര ഇങ്ങനെയാണ്. സയ്യിദുനാ മൂസ അത് തന്നെ ഹയ്യത്തുൽ ഖുസ്റ എന്ന് പറയുന്നുണ്ട്, പാമ്പ്. ഒരു സ്ഥലത്തോ ഒരു സ്ഥലത്ത് പാമ്പ് എന്ന് പറയുന്നുണ്ട്, ഒരു സ്ഥലത്ത് മൂർഖം പാമ്പ് എന്ന് പറയുന്നത്. ഈ വഴി മനസ്സിലാവുന്നില്ലേ? അപ്പോൾ ഇതിനെന്താ മനസ്സിലായത്? ഒരിടത്ത് പാമ്പാണ്, ഒരിടത്ത് മൂർഖം പാമ്പാണ്. എന്തായാലും മനസ്സിലാവുന്നത്, എതിരാളിക്കനുസരിച്ച് പാമ്പ് വലിയതാവും. ചിന്തിക്കണം. എതിരാളിയിൽ നിന്ന് നമ്മൾ 10 മണിക്ക് പോയാൽ പിന്നെ സത്യം ഇവിടെ ഏൽപ്പിക്കാൻ കഴിയില്ല. ഒരിടത്തെ ഹയ്യത്തുൻ തസ്റാ, ഒരിടത്തെ സുർബാനും മുബീൻ. പാമ്പ് നീർക്കൊലിക്കും ഹയ്യത്ത് എന്ന് പറയും. നീർക്കൊലി എന്ന് പറയും. ഹയ്യത്ത് ലോക്കൽ പാമ്പിനും ഹയ്യത്ത് പറയും. സുർബാൻ അങ്ങനെയാണ്, സുർബാൻ കട്ടിയുടെ സാധനം. കാരണം ഈ പാമ്പ് മൂർഖം പാമ്പാവും, ഈ വടി മൂർഖം പാമ്പാവുന്നത് എന്തുകൊണ്ട്? അതിന്റെ മുന്നിൽ ആജാതി സാധനം ഉണ്ടാവും. വിഷമില്ലാത്ത എതിരാളിയാണെങ്കിൽ വിഷമില്ലാത്ത പാമ്പാണ്, വിഷമുള്ള എതിരാളിയാവുമ്പോൾ വിഷമുള്ള പാമ്പാണ്. നിങ്ങൾ ഇവിടെ ചിന്തിക്കണം, എതിരാളി ഇവിടെ മുന്നിൽ, എതിരാളി എല്ലാ കാലത്തും ഉണ്ടാവും. ഇവിടെ ബഹുമാനപ്പെട്ട സ്നേഹിതൻ സൂചിപ്പിച്ചല്ലോ, എതിരാളി എന്നും സത്യത്തിന്റെ മേൽ വിജയിക്കുന്നവരുണ്ടാകുമെന്ന് മുസ്തഫ നബി പറഞ്ഞു. അങ്ങനെ വിജയിക്കാന്ന് പറയും. വിജയിക്കണമെങ്കിൽ പരാജയപ്പെടുന്ന എതിർച്ചയിലുണ്ടാവും. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ഹത്താ യഅതി അംറുല്ലാഹ്. അന്ത്യനാൾ വരെ സത്യത്തിന്റെ മേൽ വിജയികൾ ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമ്മളെ ആഗ്രഹത്തിൽ പെടുത്തട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ എന്തുകൊണ്ട് സത്യത്തിന് മേൽ, സത്യത്തിന്റെ പക്ഷത്തിൽ വിജയിച്ചു നിൽക്കുന്ന ആളുകൾ അല്ലാഹു നമ്മളെ ആഗ്രഹത്തിൽ പെടുത്തട്ടെ. പരാജയപ്പെടുത്താൻ വേണ്ടി അപ്പുറത്തെ ആളുണ്ടോ? ഇപ്പോഴല്ലേ ഇവിടെ വിജയി എന്ന് പറയുന്ന അർത്ഥമുള്ളൂ. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ഹത്താ യഅതി അംറുല്ലാഹ്. അതാത് കാലഘട്ടത്തിന്റെ രീതികളോട് സംവദിച്ച് ജയിക്കാൻ കഴിയും. ഈ രീതിയല്ല ഈസാ നബിയുടെ രീതി. സയ്യിദുനാ ഈസ യുദ്ധമില്ല, പാമ്പില്ല, ഒന്നുമില്ല. പിന്നെന്താ? പിന്നെ
أبرئ الأكمه والأبرص وأحيي الموتى بإذن الله. അവിടുത്തെ വിദ്യ എന്ന് പറയുന്നത് രോഗികളെ ചികിത്സിപ്പിക്കൽ. മരിച്ചവരെ വരെ ജീവിപ്പിക്കും സയ്യിദുനാ ഈസ. എന്തുകൊണ്ട്? വൈദ്യശാസ്ത്രം പുത്തൻ മേഖലകൾ തേടുന്ന കാലഘട്ടത്തിലാണ് സയ്യിദുനാ ഈസ. ചിന്തിക്കണം. അവിടെ പിന്നെ വൈദ്യനായ നബിയാണ് വേണ്ടത്, യോദ്ധാവിനെയല്ല. എന്നാൽ BC 1000 വേറെ ഒരാളാ സയ്യിദുനാ സുലൈമാൻ. അത് വേറെ ഒരാളാ. ആ ആളാരാ? ആ ആൾ പടക്കൂട്ടങ്ങളുടെ രാജാവ്. പട നടത്താനോ ഷാമിലും യമനിലുമുള്ള നേതരം കുതിരപ്പുറത്ത് കയറിയിട്ട് മിന്നുന്ന രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാ സയ്യിദുനാ സുലൈമാൻ. അപ്പോൾ പിന്നെ വേറെ രീതിയാണ്. അതിനേക്കാൾ വലിയ കഴിവൊന്നും ولسليمان الريح عاصفة تجري بأمره. കാറ്റിനെ വാഹനമാക്കി സയ്യിദുനാ സുലൈമാൻ. അല്ലാഹു തആല നമുക്ക് ആ മഹാന്മാരുടെ ബർക്കത്തുള്ള അല്ലാഹു നമ്മളെയും സത്യത്തിന്റെ പക്ഷത്തിൽ വിജയിച്ചു നിൽക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ഈ രീതിയൊന്നുമല്ല ഹബീബ നബിയുടെ, എല്ലാ മുസ്തഫ നബിയുടെ കയ്യിലുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഒന്നുമല്ല ഫസാഹത്ത്. എന്തുകൊണ്ട്? فنبكي من ذكرى حبيب ومنزلي بسقط اللواء بين دخول فحوملي طولها فالمقراط لم يعف رسمها لما نسجتها من جنوب وشمالي رباعر الآرام في عرصاتها وقيانها كأنه هب فلفلي كأني غداة البين يوم تحملوا لدى سامرات الحي نقف حنظلي. ഫസാഹത്തിന്റെ കവിതകളുടെ കാലഘട്ടത്തിലാണ് മുഹമ്മദ് നബി. അറേബ്യൻ കാറ്റിലെ പോലും കവിതയുടെ ശബ്ദമുണ്ടായ കാലഘട്ടത്തിലാണ് മുഹമ്മദ് നബി. എന്റെ കൂടെ അങ്ങനെ വരണം. ഈ രാത്രി നമുക്ക് ഹയാത്താക്കി കുറച്ചു നേരം പറഞ്ഞാലും ഈ രാത്രി ഹയാത്താക്കിയ മുഅ്മിനീങ്ങളെ കൂലി കിട്ടണം. ഇൽമുമായി ബന്ധപ്പെടുന്നവർക്ക് രാത്രി ഹയാത്താക്കി കൂലി കിട്ടും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മടങ്ങിപ്പോകുന്നവരെ ലക്ഷ്യം ഒന്നുമില്ല, ലക്ഷ്യം അല്ലാഹുവിന്റെ ദീനാണ്. ആരും പേടിക്കണ്ട, ആരും ബേജാറാവണ്ട. ഇതിന് റബ്ബിന്റെ ദീനല്ലാതെ ഒരു ലക്ഷ്യവും ഒന്നുമേ. ഈ സമരത്തിൽ നമ്മൾ എവിടെത്തിയാലും അള്ളാന്റെ ദീനിന്റെ മാർഗത്തിലാവണം എന്നേ ഉള്ളൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അറേബ്യൻ കാറ്റിന് പോലും സാഹിത്യത്തിന്റെ മർമ്മരമുള്ള കാലഘട്ടത്തിലാണ് അഫ്സഹുൽ അറബ് അഫ്സഹുദ് ദുനിയാ മുഹമ്മദ് നബി. അവിടുത്തെ ഏറ്റവും വലിയ മാറ്റത്തെ ഖുർആൻ. എന്തായാലും മാത്രം സാഹിത്യം ഏറ്റവും വലിയ സാഹിത്യകാരൻ വീണുപോയി. 6ാമത്തെ ആയത്തിൽ ഒരായത്തിൽ ഫാക്സുള്ള വലിപ്പുള്ളൂ. ഇത്രയാണ് 6ാമത്തെ ആയത്തിൽ അവിടെ വീണു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്രിബ് നിസ്കരിക്കാം. ഒരാൾ ഇങ്ങനെ വന്നു. അത് വലിയ സാഹിത്യമാണ്. ഹബീബ നബി ഫാത്തിഹ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ വരുന്നത്. അങ്ങനെ നോക്കി ഓതി തുടങ്ങി റസൂലുള്ളാഹി. മഗ്രിബ് നിസ്കരിക്കാൻ കേട്ടോളൂ. طوري وكتاب مسطور في رق منشور والبيت المعمور والسقف المرفوع والبحر المسجور إن عذاب ربك لواقع. واقع എന്ന് പറഞ്ഞപ്പോഴത്തിന് ആറാമത്തെ ആര് അറബ് ലോകം കണ്ട വലിയ സാഹിത്യകാരൻ വലിയ മുസ്ലിം. 6ാമത്തെ ആയത്തിൽ ഇത്രയുള്ളൂ. വത്തൂരി ഒരായത, കിതാബി മസ്തൂർ 2ാമത്തെ ആയത, ഫീ റഖ്ഇൻ മൻശൂർ 3ാമത്തെ ആയത കഴിഞ്ഞു. വൽ ബൈത്തുൽ മഅമൂർ 4ാമത്തെ ആയത. പിന്നെയോ സഖഫിൽ മർഫൂ വൽ ബഹ്റിൽ മസ്ജൂർ ഇന്ന അദാബ റബ്ബിക. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. اللهم بلغ منا السلام إلى حبيبنا المصطفى. اللهم بلغ منا السلام
ഇലാ ഹബീബിനൽ മുസ്തഫ اللهم بلغ منا السلام للروضة الشريفة إلى حبيبك المصطفى ولع البدر علينا من ثنيات الوداع وجب الشكر علينا مدعا لله داعي أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم ഇങ്ങനെ ഒരു ജനത നിലനിൽക്കാൻ വേണ്ടിയാണ് ഈ ഖുർആൻ ക്ലാസ്. ഒന്നുമില്ല. ഓതാൻ പോകാൻ മടിച്ചിരുന്നിരുന്ന കാലത്ത് നീ ഓതാൻ പോകുക നിന്നോട് പറഞ്ഞത് കഴിഞ്ഞ അസറിലെ വലിയായ ഇ കെ ഹസൻ മുസ്ലിയാരാണ്. ആ മനുഷ്യന്റെ കൽപ്പനയുടെ ബർക്കത്തല്ലാതെ ഈ ആൾക്കൂട്ടത്തിന്റെ പിന്നിൽ ഒന്നുമില്ല. ആ പോതാൻ പോകാൻ വേണ്ടി പറഞ്ഞു. എനിക്കതിൽ താല്പര്യം ഉണ്ടായില്ല. അമ്മാവനും പറഞ്ഞു എനിക്കും താല്പര്യം ഉണ്ടായില്ല. അന്ന് വീട്ടിൽ നാട്ടിൽ വാദന വന്നപ്പോൾ വിരുന്ന് വന്നു കഴിഞ്ഞ കാലഘട്ടത്തിന്റെ വലിയായ ഇ കെ ഹസൻ മുസ്ലിയാർ. ഞാൻ പറഞ്ഞു ആ മനുഷ്യനെ കാണാൻ പോലും ഇബാദത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഈ കാണുന്ന ഈ വെളിച്ചം മുഴുവൻ ആ മനുഷ്യന്റെ ചോരയിൽ ഉണ്ടാക്കിയാണ്. ആ മനുഷ്യനെ പോലെ കഴിഞ്ഞ അസറിൽ അള്ളാഹു അധ്വാനിച്ച ഒരു പേര് എനിക്കറിയില്ല. അത്രയും മഹാനായ മനുഷ്യൻ. അള്ളാഹു ഫിർദൗസിലേക്ക് അവരെ കൂടെ നമ്മളെ ചേർക്കട്ടെ. ഇങ്ങോട്ട് വാ, ഈ ഓടാൻ പോകാം. നിനക്ക് എവിടെയും പോകാൻ മടിയാണെങ്കിൽ കാസർകോട്ട് വാ, ഞാൻ അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷെ ഉണ്ടായില്ല. എന്നോട് ആ വാക്ക് പറഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോഴത്തേന് മരിച്ചു. അപ്പോൾ പിന്നെ ആ ഒരു കൽപ്പന പാലിക്കേണ്ടത് എന്റെ കടമയെ അസമുദ്രക്ക് വേണ്ടിയാണ് ഞാൻ അവിടെ പോയത്. നിങ്ങൾ ചിന്തിക്കണം, വേറൊരു ലക്ഷ്യം കാലഘട്ടത്തെ ജയിച്ചേ മതിയാവും. ജയിക്കുകയും ചെയ്യും. ആരും പേടിക്കുകയും ചെയ്യും. അതാരും വിചാരിക്കണ്ട നമ്മൾ ജയിച്ചേക്കും. നമ്മളെ ഓസുലാദവന്റെ മക്കളാണെങ്കിൽ ചെയ്യട്ടെ. ഏറ്റവും വലിയ സാഹിത്യകാരൻ കൊണ്ടുപോയി പിന്നെ കമേന്ന് കടന്ന് പറഞ്ഞു കാലിട്ടടിച്ചുകൊണ്ട് പറഞ്ഞു. ഹബീബായ നബി അപ്പോഴും നിസ്കരിക്കുകയായി. ആര് പറഞ്ഞു? അറബ് ലോകം കണ്ട ഏറ്റവും വലിയ സാഹിത്യകാരൻ ജുബൈർ ബിൻ മുത്വഇം. ഉറക്കപ്പറ. മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. ലോകത്തിന്റെ നെറുകയിൽ എണീച്ചു നിന്നവർ മുഴുവൻ കാലഘട്ടത്തിൽ ജയിച്ചിട്ടുണ്ട്. അല്ലാതെ കഴിഞ്ഞിട്ടില്ല. അതാണ് വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ. വിജയത്തിലാണ്, പരാജയപ്പെടാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ ലബീദ് ഇബ്നു റബീഅ 47 അക്ഷരങ്ങൾക്ക് മുന്നിൽ ലബീദിന്റെ 47,000 വരികളും കവിതകളാ. 47,000 വരികളുടെ മുന്നിലും തോൽക്കാത്ത ലബീദ് ഇബ്നു റബീഅ തോറ്റില്ലേ? 47 അക്ഷരങ്ങൾക്ക് മുന്നിൽ. ആരാ തോറ്റുപോയത്? ആരാണ് തോറ്റുപോയത്? കവികളുടെ ആരാധ്യൻ. നിങ്ങളുടെ ഡീഗോ മാർഡോണയെ പോലെയൊന്നുമല്ല, കവികളുടെ ആരാധ്യനായി. അദ്ദേഹം ഒരു വഴിയിലിറങ്ങിയാൽ കാണുന്നവര് മുഴുവനും സജദൂ ലഹു, അയാളെ മുന്നിൽ സുജൂദ് ചെയ്തിരുന്നു. അത്ര വലിയ കവി സാമ്രാജ്യം. ആ മനുഷ്യന്റെ മുന്നിൽ അല്ലാഹുവിന്റെ വചനം കൊണ്ടുവന്നില്ലേ? ഇത്ര വലിയ മുശ്രിക്കീങ്ങളെ കവി സാമ്രാട്ടിന്റെ മുന്നിൽ കൊണ്ടുവന്നു. ഈ 47 അക്ഷരത്തിന് പകരം പറഞ്ഞ തിരിച്ചു മറിച്ച് ആലോചിച്ചിട്ട് പറഞ്ഞു, അതിന് പകരം ഉണ്ടാക്കാൻ എനിക്ക് കഴിയില്ല. പിന്നെ നിർബന്ധിച്ചു. അപ്പോൾ പറഞ്ഞു, ഏതെങ്കിലും 4ാമത്തെ വാക്ക് ഞാൻ എഴുതി ചേർത്തരാം എന്നാ അതെങ്കിൽ അത് പറഞ്ഞു. പറഞ്ഞു
ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. നബി പറഞ്ഞു നാലാമത്തെ വാക്ക് മാ ഹുവ ഖൗലുൽ ബശർ, മനുഷ്യന്റെ വാക്കല്ല. എന്നിട്ട് പറഞ്ഞു ഖുറൈശികളെ മുന്നിൽ കാത്തുനിന്നില്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആര് പറഞ്ഞു? ലബീദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് മുഅ്മിനെ ഇത് വിജയികളുടെ പട്ടാളക്കൂട്ടമാണ്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. സൈഫുൽ ഇലാഹിന്റെ പട്ടാളക്കൂട്ടമാണ്. ആരാ സൈഫുൽ ഇലാഹ്? ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു. ഇന്നത്തെ ഓർമ്മക്ക് ഒരാൾ തീയിൽ കയറിയിട്ട് ഒന്നും ഒരു രോമം പോലും കരിയാത്ത സാധാരണ പട്ടാളക്കാരൻ പോലും ഖാലിദിനുണ്ടായിരുന്നു. ഖാലിദിന്റെ കീഴിലെ പട്ടാളക്കാരനെ തീയിൽ കയറിയാൽ കരിയിലേ. മഹാനായ ഖാലിദ് ഇബ്നുൽ വലീദ് പട്ടാളക്കാരൻ, ഖാലിദ് റളിയല്ലാഹു അൻഹു സാധാരണ കീഴിലുള്ള സാധാരണ പട്ടാളക്കാരനാണ് അബൂ മുസ്ലിമിൽ ഖവലാനി മുസൈലിമ പിടിച്ചുകൊണ്ടുപോയിട്ട് ഖാലിദിന്റെ പട്ടാളക്കാരനായ പട്ടാളാധിപനായിരുന്നു. ഇതാ ഇന്നത്തെ ഓർമ്മയിൽ ഒരു ഓർമ്മ കൂടി നിങ്ങളെ മനസ്സിലേക്ക്. ഇബ്രാഹിമിന്റെ ഇതാ ഒരു പൊന്നോമന മകൻ. ആരാണ് പൊന്നോമന മകൻ? അബൂ മുസ്ലിമിൽ ഖവലാനി. അങ്ങനെ എത്ര ഔലാദ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അഗ്നികുണ്ഡത്തിൽ എറിയുമെന്ന് പറഞ്ഞു. തുഅ്മിൻ ബി വതക്ഫുർ ബി മുഹമ്മദ്. മുഹമ്മദിനെ ഒഴിവാക്കിയിട്ട് എന്നെ കൊണ്ട് വിശ്വസിക്കണം, ഇല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ അഗ്നികുണ്ഡത്തിലേക്ക് എറിയുമെന്ന് പറഞ്ഞു. ഈ സഹാബി ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ കീഴിലുള്ള ഒരു സാധാരണ ചോദ്യറാണ്, ഒരു പട്ടാളക്കാരൻ. ആ മനുഷ്യൻ പറഞ്ഞു എനിക്കൊരു പേടിയില്ല, നീ എറിയോ. അബൂ മുസ്ലിം റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരെ അഗ്നികുണ്ഡത്തിലേക്ക് എറിഞ്ഞു. മുസൈലമത്തുൽ കദ്ദാബ് ലഅനത്തുല്ലാഹി അലൈഹി. പിന്നെന്താ ഉണ്ടായത്? ثم رأوه وهو قائم يصلي في النار. പിന്നെ അവൻ നോക്കുമ്പോൾ അദ്ദേഹം തീയിൽ നിന്ന് നിസ്കരിക്കുകയാണ്. അബൂ മുസ്ലിമിൽ ഖവലാനി അബൂ മുസ്ലിമിൽ ഖവലാനി സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഇത് വിജയികളുടെ പട്ടാളക്കൂട്ടമാണ്. ഇത് പരാജയപ്പെട്ട കൂട്ടമല്ല, ഇത് പരാജയപ്പെടുന്ന സംഘമേ അല്ല. നമ്മൾ ചിന്തിക്കണം. ثم رأوه وهو قائم يصلي في النار. പിന്നെ അവർ നോക്കുമ്പോൾ അദ്ദേഹം അഗ്നികുണ്ഡത്തിൽ നിസ്കരിക്കുകയാണ്. ബഹുമാനപ്പെട്ട അബൂ മുസ്ലിം അൽ ഖവലാനി റളിയല്ലാഹു അൻഹു. അങ്ങനത്തെ ഈ സംഭവം സ്വഹീഹാണെന്ന് ഇബ്നു തൈമിയ പോലും തന്റെ അൽ മുഅസ്സത്ത് വൽ കറാമയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്, ചിന്തിക്കണം. അബൂ മുസ്ലിമിനെ വേഗം മദീനയിലേക്ക് ബഹുമാന പുരസ്സരമാ പറഞ്ഞയച്ചു ഖാലിദ് റളിയല്ലാഹു അൻഹു. മദീനയിൽ വന്നപ്പോൾ ഫഖബ്ബലഹു വഅനഖഹു സയ്യിദുനാ ഉമർ, കൈ പിടിച്ച് ചുംബിച്ചു. എന്തുകൊണ്ട്? എപ്പോൾ ഖുർആൻ ഓടുമ്പോഴും ഉമർ ബിൻ ഖത്താബ് ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ലാ തുമിത്നി ഹത്താ അറാ മിൻ ഉമ്മത്തി മുഹമ്മദിൻ കമാ ഫഅല ബി ഇബ്രാഹിം ഖലീലാ. ഇബ്രാഹിം നബിക്കുണ്ടായതുപോലെ ഒരു അനുഭവം ഉണ്ടായ ഒരു ഉമ്മത്തിനെ കാണാതെ, ഒരു മനുഷ്യനെ കാണാതെ എന്നെ നീ മരിപ്പിക്കരുതേ പടച്ചവനെ എന്ന് ദുആ ചെയ്യാറുണ്ടായിരുന്നു സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ്. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മേലെയാണല്ലോ حبيبك خير الخلق كلهم.
ഇബ്രാഹിം നബിയേക്കാൾ മേലെയല്ലേ ഹബീബായ നബി. അപ്പോൾ ഹബീബായ നബിയുടെ ഉമ്മത്തിൽ ഒരാളെ കാണിച്ചു തരണം അല്ലാഹു നീയെ, ഞാൻ കാണുന്നവരെ മൻ ഫുഇല ബിഹി കമാ ഫുഇല ബി ഇബ്രാഹിം ഖലീല. ഇബ്രാഹിം നബിയെ പോലെ അഗ്നികുണ്ഡത്തിൽ നിന്ന് രോമം കരിയാതെ പുറത്തു വരുന്ന ഒരാളെ എനിക്ക് കാണിച്ചു തരണമേ മരിക്കുന്നതിന് മുമ്പ് എന്ന് ദുആ ചെയ്തിരുന്നു സയ്യിദ്നാ ഉമർ. എപ്പോൾ قالوا حرقوه وانصروا آلهتكم إن كنتم فاعلين قلنا يا نار كوني بردا وسلاما على إبراهيم. ഈ ആയത്തോടുമ്പോഴെല്ലാം ഇങ്ങനെ ദുആ ചെയ്യാറുണ്ടായിരുന്നു അത്രേ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്. ശ്രദ്ധിക്കുന്നില്ലേ? ശ്രദ്ധിക്കുന്നില്ലേ? നിങ്ങൾ പറയും ശ്രദ്ധിക്കുന്നില്ലേ? മനസ്സിലാവുന്നില്ലേ? ചിന്തിക്കേ. ഇതാ കണ്ണിന്റെ മുന്നിൽ ആര്. അപ്പോൾ ഉമറിന്റെ സ്ഥാനം എത്ര? റളിയല്ലാഹു അൻഹു. അപ്പോൾ ഖാലിദിന്റെ സ്ഥാനം എത്ര? റളിയല്ലാഹു അൻഹു. അപ്പോൾ സിദ്ദീഖിന്റെ സ്ഥാനം എത്രയാ? റളിയല്ലാഹു അൻഹു. സാധാരണ സ്വഹാബി പോലും തീയിൽ കിടന്നിട്ടുണ്ട്. എന്തുകൊണ്ട്? പരാജയപ്പെട്ട കൂട്ടമേ അല്ല, അങ്ങനത്തെ കൂട്ടമേ അല്ല. വണ്ടിയിലിരുന്നപ്പോൾ പാതിരി തർക്കിച്ചു. പാതിരി ചോദിച്ചു, അല്ല അബൂബക്കർ മുസ്ലിയാരെ, നിങ്ങൾ വലിയ താർക്കികനായിട്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. പാതിരി ചോദിച്ചോളൂ. അപ്പോൾ പാതിരി ചോദിച്ചു, അല്ല അബൂബക്കർ മുസ്ലിയാരെ, നിങ്ങളുടെ പ്രവാചകൻ പറഞ്ഞിട്ടില്ലേ നിങ്ങൾ ഇസ്രായേലി പ്രവാചകന്മാരെ പോലെയാണ് നിങ്ങൾ മുസ്ലിം പണ്ഡിതന്മാർ എന്ന്? അതേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ അബൂബക്കർ മുസ്ലിയാരെ, ഇസ്രായേലി പ്രവാചകന്മാർ മരിച്ചവരെ ജീവിപ്പിക്കുമായിരുന്നല്ലോ, നിങ്ങൾ മരിച്ചവരെ ജീവിപ്പിക്കുമോ എന്ന് ചോദിച്ചു. നമ്മളാണെങ്കിൽ അടുത്ത സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പ് നമ്മൾ അടുത്ത കമ്പാർട്ട്മെന്റ് കയറും. അപ്പോൾ പറഞ്ഞു, മരിച്ചവരെ ജീവിപ്പിക്കും, ശവം കൊണ്ടുപോവാ. ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കും, ഈ ശവം കൊണ്ടുപോവാ. ആര് പറഞ്ഞു? ആര് പറഞ്ഞു? ആര് പറഞ്ഞു? 987 ശേഷവും പിന്നീട് അനവധി കാലഘട്ടം സമസ്തയുടെ പ്രസിഡന്റായിരുന്ന ശംസുൽ ഉലമ റഹിമഹുല്ലാഹ് ദീനിവിടെ ഹയാത്താവണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതാണ് ഇതിന്റെ ഒരു സമൃദ്ധ വേണ്ടേ, ഒരു പഴം വേണ്ടേ? എത്ര കാലം നമ്മൾ നനക്കുന്നത്? ഒരു പഴം വേണ്ടേ? അതിനകത്ത് ചിന്തിക്കണം. എല്ലാം കഴിഞ്ഞു പിരിഞ്ഞു. യാത്ര കഴിഞ്ഞപ്പോൾ പാതിരി പോയപ്പോൾ പൈതൃക്ക് വൈക്ലഭ്യം എവിടുന്ന ശവം കിട്ടാം. എല്ലാം കഴിഞ്ഞ് പിരിഞ്ഞപ്പോൾ പാതിരി പിരിഞ്ഞപ്പോൾ ശിഷ്യന്മാരും ഹാദിമ്യങ്ങളും പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ മുൾമുനയിൽ നിർത്തി ബഹുമാനപ്പെട്ടവരെ എന്താ പറഞ്ഞത്? മരിച്ച ജീവിപ്പിക്കുക. അപ്പോൾ പറഞ്ഞു, രണ്ടാലൊരു കാര്യം സംഭവിക്കും. രണ്ടാലൊരു കാര്യം സംഭവിക്കും. ഒന്നിരിക്കൽ ഈ യാത്ര കഴിയുന്നവരെ ഒരു ഈച്ചനെ വരെ കൊല്ലാനുള്ള തൗഫീഖ് പാതിരിക്ക് അല്ലാഹു കൊടുക്കൂല. ഒന്ന് കിട്ടണ്ടേ? കൈ തടയാണോ ഈച്ച? അത് അല്ലാഹു കൊടുക്കൂല. തൗഫീഖ് അല്ലാഹു കൊടുക്കണ്ടേ? ഉണ്ടാവില്ല. ഇനി എങ്ങാനും ഏതെങ്കിലും ഒരു ഈച്ച അവന്റെ കൈ തടന്ന് കൊല്ലാനുള്ള തൗഫീഖ് അല്ലാഹു കൊടുത്താൽ ഹയാത്താക്കാനുള്ള തൗഫീഖ് എനിക്ക് നമ്മേക്കും. എന്തുകൊണ്ട്? വകാന ഹഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളെ ഏതൊരു സന്നിഗ്ധ ഘട്ടത്തിലും സഹായിക്കാൻ ഞാൻ ഏറ്റിട്ടുണ്ട് അല്ലാഹു പറഞ്ഞിരിക്കുന്നു. ആ മനുഷ്യന്റെ പടക്കൂട്ടാണ് തോറ്റോടിയ പടിയല്ല, ഇത് ഹഖിന്റെ പടിയാണ്. നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ ചിന്തിക്കണം. ഇതിന് വലിയ ലക്ഷ്യവുമില്ല. ഇതിന്റെ ലക്ഷ്യം സുന്നത്തമായിട്ട് മാത്രമേ ഉള്ളൂ. എന്റെ ഇത് ഉണ്ടാകാൻ കാരണം അതും വേണമല്ലോ പറയാം. 2001 എന്റെ ഒരു പെങ്ങളെ വിവാഹം ചെയ്തയച്ചു. പെങ്ങളെ വിവാഹം ചെയ്തയച്ചപ്പോൾ വീട്ടിലൊരു സൽക്കാരം നടത്തി. ആ പെങ്ങളെ വീട്ടിലുള്ള എന്റെ പരിസരത്തുള്ള അമ്മായിമ്മ സൽക്കാരം എന്ന് പറയും ഞങ്ങളെ മലപ്പുറത്ത് കിടക്കി. മനസ്സിലില്ലേ? അങ്ങനെ അമ്മായിമ്മ സൽക്കാരത്തിന് വേണ്ടി എന്റെ വീട്ടിലേക്ക് കുറെ ആളുകളുണ്ട്. ഞാൻ അന്ന് നാട്ടിലുണ്ട്, വീട്ടിലുണ്ട്. ആ കൂട്ടത്തിൽ ഒരു വൃദ്ധയായ സ്ത്രീയുണ്ട്. ഈ സ്ത്രീ വന്ന ഉടനെ എന്നെ കാണണമെന്ന് ഉമ്മയോട് അന്വേഷിച്ചു. ഉമ്മ എന്നോട് വന്ന് പറഞ്ഞു, അതിനെന്ത് ചോദ്യം ചോദിക്കാണ്ട് അത്രേ, അത് നീ ഇവിടെ ഉണ്ടാവും എഴുതി വന്നതാണ്, അന്ന് സൗകര്യം ചെയ്തു കൊടുക്കണം. എന്തോ
എന്നോട് ചോദ്യം ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞു. 2001 അപ്പോൾ ആയിക്കോട്ടെ ചോദ്യം ചോദിക്കാന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ അടുത്തേക്ക് സൗകര്യപ്പെടുത്തി അതിന് സൗകര്യം ചെയ്തു കൊടുത്തു. ഒരു പ്രത്യേകത. അപ്പോൾ അതെന്ത് ചെയ്തു? കയ്യിലുള്ള ഒരു വലിയ പേപ്പർ എന്നെ നിറക്കി. അത് 4 പേജുള്ള ചോദ്യ പേപ്പർ. ആ ചോദ്യ പേപ്പറിൽ ചോദ്യം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: ഖുർആൻ ഓടുന്നതോ മങ്കൂസ് മൗലൂദ് ഓടുന്നതോ കൂലി കിട്ടുന്ന കാര്യം. ഈ ചോദ്യം എന്നെ വല്ലാതെ മതിച്ചു. ഇതിപ്പോ സത്യത്തിൽ സാധുക്കളായ ആളുകൾ വഞ്ചിതരാകും. സത്യത്തിൽ ഖുർആൻ ഓടുകയും ആവശ്യമാണ്, മങ്കൂസ് മൗലൂദ് ഓടുന്നതും ആവശ്യം. ഇത് ഏതാണ് കൂലി കിട്ടുന്ന കാര്യം എന്ന് ചോദിച്ചാൽ എന്റെ ഉത്തരം എന്റെ അവിടെ ഉദ്ദേശിച്ചത് ഈ ചോദ്യം തന്നെ ഫാത്തിഹ സൂറത്ത് ഓടുന്നതാണോ അത്തഹിയ്യാത്ത് ഓടുന്നതാണോ കൂലി കിട്ടുന്നത് എന്ന് ചോദിക്കും പോലെയാണ്. എന്തുകൊണ്ട് ഫാത്തിഹന്റെ സ്ഥലത്ത് കൂലി കിട്ടും, അത്തഹിയ്യാത്തിന്റെ സ്ഥലത്ത് കൂലി കിട്ടും, അത്തഹിയ്യാത്തിന്റെ സ്ഥലത്ത് ഫാത്തിഹയും ഫാത്തിഹയുടെ സ്ഥലത്ത് അത്തഹിയ്യാത്തും കരണീയമല്ല. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫാത്തിഹ തന്നെയാണ്. പക്ഷെ ഫാത്തിഹ എല്ലായിടത്തും ഫാത്തിഹയല്ല. അത്തഹിയ്യാത്തിന് അവിടെ ഫാത്തിഹയല്ല, അവിടെ അത്തഹിയ്യാത്താണ്. റുകൂഇൽ ഫാത്തിഹയല്ല, അവിടെ വേറെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ മദ്ഹ് എഴുതിയത്, മങ്കൂസ് എന്ന ഈ മദ്ഹ് എഴുതിയത് ആരാ? ബഹുമാനപ്പെട്ട മഖ്ദൂം റളിയല്ലാഹു അൻഹു. ഇവിടെ മഖ്ദൂം പഠിപ്പിച്ച ദീൻ നഷ്ടപ്പെടുമെന്ന് പഠിച്ചവനെ എന്ന് എന്റെ മനസ്സിൽ ആദ്യമായിട്ടുണ്ട്. ഏതായി മങ്കൂസ്? ഇവിടെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ കൊയിലാണ്ടിയില്. ഈ കൊയിലാണ്ടിയിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഈ ഉമ്മത്തിന്റെ ഈ വെളിച്ചത്തിന്റെ പിതാവായ സയ്യിദ് റഹ്മാൻ ബാഫഖ് തങ്ങൾ റഹ്മത്തുള്ളാഹി. അല്ലാഹു ബഹുമാനപ്പെട്ടവരോട് കൂടെ ഫിർദൗസിൽ ചേരാൻ തൗഫീഖ് ചെയ്യട്ടെ. ആ മനുഷ്യൻ കൊയിലാണ്ടിയിൽ ഹജ്ജിന് പോയ ദിവസം കൊയിലാണ്ടിയിൽ ബാഫഖ് ഹൗസിൽ യാത്രയിൽ പങ്കെടുത്ത ആളുകൾ ഇന്ന് കൊയിലാണ്ടിയിൽ ജീവിച്ചിരിപ്പുണ്ട്. ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഒരു 5-10 കൊല്ലം കഴിഞ്ഞാൽ ഉണ്ടാവില്ല. അന്ന് ബാഫഖ് തങ്ങളുടെ അവസാനത്തെ യാത്രയത്തിൽ അവിടുത്തെ അവരുടെ ബഹുമാനപ്പെട്ടവരുടെ വീട്ടിൽ പങ്കെടുത്തവർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അവരോട് ചോദിക്കൂ, എങ്ങനെ ഹജ്ജിന് പോയത്? രാവിലെ 10 മണിയാകുമ്പോഴത്തിന് വീട് മുഴുവനും ജനനിബിഡമായി. അലിമീങ്ങൾ വന്നു, സദാത്യങ്ങൾ വന്നു. എന്നിട്ട് പറഞ്ഞു തുടങ്ങി. എന്നിട്ട് അങ്ങോട്ട് മങ്കൂസ് ഓടാൻ തുടങ്ങി. മങ്കൂസ് തീർത്തോടി. تكبت على الغطا غير حسر وعدد لكشف فيها سيدي خير النبي കുറ്റമെന്ന വാഹനത്തിൽ അറ്റമില്ല കേറി ഞാൻ തങ്ങളോട് ന്യായമായി സയ്യിദി ഖൈറൻ നബി സ്വലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്ഫീഉൽ അബ്താഹി വൽ ഹബീബിൽ അറബി. ഈ സുന്നത്ത് ജമാഅത്തല്ലാത്ത 1 ലക്ഷവും ഇതിന്റെ പിന്നിൽ, ഈ ക്ലാസിന്റെ പിന്നിൽ 1 ലക്ഷം. ഈ വണ്ടിയിൽ കയറുന്നവർക്ക് കയറാം, കയറുന്നവർക്കും കയറാത്തവർക്കും സ്വാഗതം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുത്തഖീങ്ങളിൽ പെടുത്തട്ടെ. അത്രേ ഉള്ളൂ, ഇതൊന്നുമില്ല. ഈ ഇവിടെ എതിർക്കപ്പെടുക ആരെ? ഗ്രാമത്തിൽ എട്ടും പൊട്ടും തിരിയാത്ത സാധുക്കളായ വല്യമ്മമാർ വരെ ഖുർആനിന്റെ പേരിൽ ചില ക്ലാസുകളിൽ പോകും. അവിടെ ദീനിന്റെ ഇന്ന് വരെയുള്ള രീതികളെ എതിർത്ത് പഠിപ്പിക്കപ്പെടും. ഇതിനൊരു പരിഹാരം വേണമല്ലോ റബ്ബേ എന്ന് ചിന്തിച്ച് ഒരുപാട് രാത്രി എന്റെ ഉറക്കം നഷ്ടപ്പെട്ടു. ആ പരിഹാരമാണ് ഈ ഖുർആൻ. അല്ലാത്ത ഇന്ന് റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഖുർആൻ ശരീഅത്തിന്റെ കേസറ്റ് ബഹുമാനപ്പെട്ട ബാഫഖ് തങ്ങളെ കറാമത്ത് കൊണ്ട്, ശംസുൽ ഉലമയുടെ കറാമത്ത് കൊണ്ട് എത്തിച്ചേരാത്ത ഒരു വീട് കേരളത്തിൽ ഉണ്ടോ എന്ന് വിരളമാണ്. ഈ ക്ലാസിന് വേണ്ടി മാത്രം ആലപ്പുഴയിൽ നിന്ന് വണ്ടി പിടിച്ചു വന്ന ആളുകൾ ഈ സദസ്സിൽ അവരവിടുത്തെ ഖുർആൻ ശരീഅത്തിന്റെ പ്രവർത്തകന്മാരാണ്. അല്ലാഹുവിന്റെ ദീൻ ഹഖായ ദീൻ അഹ്ലു സുന്നത്തി വൽ ജമാഅയാവും. അതിന്റെ കൂടെ നിൽക്കുക.
യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്വാദിഖീൻ. ലഘുലേഖയല്ല ദീനീ പ്രബോധനത്തിന്റെ മാനദണ്ഡം. അത് ചില സംഘടനകളുടേതാണ്. ആ സംഘടനകൾ തോറ്റുപോയിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി ചെരിഞ്ഞ ഇസ്ലാമാണ് എന്ന് വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ പ്രസംഗിക്കുന്നത് ചെവിട്ടിൽ കേട്ട ഓർമ്മ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ഞാനൊന്ന് കുട്ടിയാണ്, തറയിലിരിക്കുന്ന കുട്ടിയാണ്. ഇങ്ങനെ പറക്കുന്ന ഒരു താടിയായിരുന്നു. വലിയ ഉയരമൊന്നുമില്ലാത്തൊരു മനുഷ്യനായിരുന്നു വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ. കഴിഞ്ഞ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സാഹിദായ മഹാനായ മനുഷ്യൻ. അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ഉറക്കപ്പറ അല്ലാഹു മഗ്ഫിറത്ത്. ആയിരക്കണക്കിന് കണ്ടു. ഞാൻ കണ്ട കാലത്തെ ആ മനുഷ്യന് വലിയ വയസ്സായി. എന്നിട്ട് മൂത്തേടത്തേക്ക് 6 കിലോമീറ്റർ നടന്നു വന്നിട്ട് വയറു പറഞ്ഞത്. അങ്ങനെ ഒരു വലിയ വേഗമൊക്കെ വാരി മൂത്തേടത്ത് രാത്രി 9 മണിക്കോ മറ്റോ എത്തിച്ചേർന്നിട്ട് വയറു പറഞ്ഞു. മുത്തേടത്തേക്ക് അന്ന് വാഹനമില്ല, നടക്കണം, 6 കിലോമീറ്റർ നടക്കണം. അന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അത് ഇസ്ലാമിക ലക്ഷ്യം അതുകൊണ്ട് നേടില്ല, അത് ചെരിഞ്ഞു പോയിട്ടുണ്ട്, നിങ്ങൾ കാണുന്നില്ലേ? ഇന്ന് നമ്മൾ അനുഭവിക്കാം. ജനുവരിയിൽ രാഷ്ട്രീയ സംഘടനയാവുകയാ ജമാഅത്തെ ഇസ്ലാമി. അന്ന് സമുദായത്തിൽ ചില ആളുകൾക്കൊക്കെ തോന്നിയിരുന്നു സുന്നികൾക്ക് നേരം വിളിക്കാത്തത് കൊണ്ടാണ് അവരെ എതിർക്കുന്നത്. ഇപ്പോൾ ചില ആളുകൾക്ക്, ആ ആളുകൾ ഇപ്പോൾ മറുത്തു പറയാൻ തുടങ്ങിയിരിക്കുന്നു. എന്തുകൊണ്ട്? സുന്നികൾക്ക് അന്നും അതിൽ ലാഭവും നഷ്ടവും ദീനല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് ഈ വോട്ട് ഭിന്നിച്ചാൽ നഷ്ടപ്പെടുന്ന ആളുകൾ അന്ന് ഗൗരവപൂർവ്വം സുന്നത്യമായിട്ട് നേതാക്കന്മാർ ഇത് പറയുമ്പോൾ ചിലരെങ്കിലും ആലിമീങ്ങള് വെറുതെ ആവശ്യമില്ലാതെ അവരെ പിന്നാലെ കൂടുകയാണ് എന്ന് ചിന്തിച്ചു. ഇപ്പോഴോ ആലിമീങ്ങളെ വാക്ക് പുലർന്നിരിക്കുന്നു. എന്തുകൊണ്ട്? അതൊന്നും ചെറിയ ആലിമല്ല. ഈ ഇരിക്കുന്ന ആളുകൾ ഏതൊരു സംഘടനയെ പ്രതിനിധാനം ചെയ്യുന്നുവോ ആ സംഘടന, ഇവിടെ തീവ്രവാദ LDF എന്ന ഒരു സംഘടന വന്നപ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കാണിച്ച, അതിനെ എതിർത്ത് തോൽപ്പിക്കാനും പരാജയപ്പെടുത്താനും കാണിച്ച ആർജവത്തിൽ ഇവിടെ ഇന്ന് മാനസികമായി അതിന്റെ പേരിൽ പ്രയാസപ്പെടുന്നവർ, ഇന്ന് പുത്തൻ പ്രയാസത്തിൽ അകപ്പെട്ട ആളുകൾ അന്ന് ഒന്ന് സഹകരിച്ചിരുന്നുവെങ്കിൽ ഇതിനെ മുളയിൽ പൂർണ്ണമായി നുള്ളിക്കളയാമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുക. എവിടെ എത്തി? എന്തുകൊണ്ട്? റിജാലുൻ ഇന്നഹും മുബ്തസമൂ ലിമല്ലാ ലഖീത മിൻ ഇബ്തിസാമതിഹിം തുബീബാ. അങ്ങനെ പറഞ്ഞ ആള് പറഞ്ഞല്ലോ, എന്താ പേര്? മൂസ മാഷ് പറഞ്ഞല്ലോ, മെഴുകുതിരി വെളിച്ചത്തിൽ ക്ലാസ് നടത്തുന്ന സംഘടന. അങ്ങനെ തന്നെയല്ലേ മൂസ മാഷെ നിങ്ങൾ പറഞ്ഞത്? മൂസ മാഷെ ശംസുൽ മഫാത്ത് എത്ര കൊല്ലായി? അതിന്റെയും മുമ്പ് നന്ദിന്ന് ഈ മെഴുകുതിരി വെളിച്ചത്തിൽ ക്ലാസ്സിന് പോയ കുട്ടികളെ നന്ദി കോളേജിൽ നിന്ന് പുറത്താക്കി. കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് അന്ന് ശംസുൽ ഉലമയോട് പറഞ്ഞു, ഏറ്റവും പ്രധാനപ്പെട്ട കോഴിക്കോട് ജില്ലയിലെ രാഷ്ട്രീയ നേതാവ് ശംസുൽ ഉലമയോട് പറഞ്ഞു, അവരൊരു ക്ലാസ്സിന് പോയതിന് എന്തിനാ ഒഴിവാക്കുന്നത്, ഒന്ന് തിരിച്ചെടുക്കണം. അപ്പോൾ പറഞ്ഞു, എന്നാൽ നന്ദിക്ക് പ്രിൻസിപ്പാളായ നീ പോയിക്കോ, ഞാൻ വെള്ളിമാടി കൊണ്ടിരുന്നോളാം. എന്നാ മനുഷ്യൻ പറഞ്ഞതെന്താ? ഇന്ന് ബോധ്യപ്പെട്ടില്ലേ? ഇന്ന് ബോധ്യപ്പെട്ടില്ലേ? അതോ ഇന്നും ബോധ്യപ്പെട്ടില്ലേ? ഇതാണ് ഈ വഴി നമ്മൾ നിലനിർത്തിയില്ലെങ്കിൽ പരാജയപ്പെടും. അവിടെ നമ്മൾ എവിടെ എത്തുന്നത് നമുക്ക് കണക്കില്ല, നമ്മൾ പോകുന്നതാണ്. അല്ലെങ്കിലും അറക്കാൻ കൊണ്ടുപോയപ്പോൾ കുട്ടിയെ മടക്കി കൊണ്ടുവരാം എന്ന ചിന്തയൊന്നും ഇബ്രാഹിമിന് ഇല്ല. അപ്പോൾ ഇബ്രാഹിമിന്റെ ചിന്ത കത്തിയും താനും മടങ്ങി വരും എന്ന് തന്നെ. അങ്ങനെയല്ലേ? അങ്ങനെയല്ലെങ്കിൽ ഇന്നഹാദാ ലഹുൽ ബലാഉൽ മുബീൻ. എന്തുകൊണ്ട് പറഞ്ഞു? ലമ്മാ അസ്ലമ വതല്ലഹു ലിൽജബീൻ വനദൈനാഹു യാ ഇബ്രാഹിം ഖദ് സദ്ദഖത الرؤيا ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ
ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ. ഏറ്റവും വലിയ പരീക്ഷണമാണെന്ന് അല്ലാഹു പറഞ്ഞു. ആരാണ് ഈ അല്ലാഹു പരീക്ഷിക്കാൻ വേണ്ടി മനുഷ്യനെ പഠിച്ചത്? അതാ രസം. എനിക്ക് ഈ ആയത്തിൽ ഏറ്റവും വലിയ രസം തോന്നുന്നതാ. പരീക്ഷിക്കാൻ വേണ്ടി മനുഷ്യനെ പഠിച്ചാളാണ് ആര്? ഓ, അങ്ങനെയാണല്ലോ നിങ്ങള്. മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടി പഠിച്ച ആളാണ് ആര്? ആ അല്ലാഹുവാണ് പറയുന്നത് ഇത് ഏറ്റവും വലിയ പരീക്ഷണമാണ്. അപ്പോൾ ആ പരീക്ഷണം എത്ര വലിയതായിരിക്കും? മനുഷ്യനെ പഠിച്ചത് തന്നെ എന്തിനാ? إنا خلقنا الإنسان من نطفة أمشاج نبتليه هل أتى على الإنسان حين من الدهر لم يكن شيئا مذكورا إنا خلقنا الإنسان من نطفة أمشاج نبتليه. പരീക്ഷിക്കാൻ വേണ്ടി മനുഷ്യനെ പഠിച്ചവനാണ് അല്ലാഹു. അല്ലാഹുവാണ് പറഞ്ഞത് ഇത് വല്ലാത്ത പരീക്ഷണം. മനസ്സിലായില്ല? അപ്പോൾ ആ പരീക്ഷണം എത്ര വലുതായിരിക്കും? പടച്ചനെ പരീക്ഷിക്കാൻ വേണ്ടി സുലൈമാൻ മുസ്ലിയാര്, ബഹുമാനപ്പെട്ട സൂഫിയായ സുലൈമാൻ മുസ്ലിയാര് വീട്ടിന് തീ കൊടുത്ത ഒരു കഥയുണ്ട്. വീട്ടിന് തീ കൊടുത്തത് ആരും പോലീസിൽ അറിയിച്ചു. പോലീസുകാരുമായി കത്തി ഇറങ്ങുന്ന തീയിൽ വീട് നോക്കിയിട്ട് പോലീസുകാർ പറഞ്ഞു അത്ര, എന്തിനാ ഉസ്താദെ നിങ്ങൾ വീടിന് തീ കൊടുത്തത്? അപ്പോൾ എസ്ഐയോട് പറഞ്ഞു, ഇങ്ങനെ ചോദിക്കല്ലേ, ഇങ്ങനെ ചോദിക്ക്, എന്തിനാ വീടുണ്ടാക്കിയത് ചോദിക്ക്. അപ്പോൾ എസ്ഐ ചോദിച്ചു, എന്തിനാ വീടുണ്ടാക്കിയത്? അപ്പോൾ പറഞ്ഞു, തീ കൊടുക്കാൻ തന്നെയാണ്. എന്തിനാ പടച്ചനെ പരീക്ഷിക്കാൻ വേണ്ടി? പരീക്ഷിക്കാനാ പാടില്ല. പരീക്ഷിക്കാനാ പഠിച്ചത് അല്ലാഹു മനുഷ്യനെ. എന്നിട്ടാണ് ഫലമ്മാ അസ്ലമ വതല്ലഹു ലിൽജബീൻ വനാദൈനാഹു അൻ യാ ഇബ്രാഹിം ഖദ് സദ്ദഖത റുഖിയ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ. അതുകൊണ്ട് ദാഇക്ക് ഇത്രയേ ഉള്ളൂ, പരീക്ഷണത്തിലേക്ക് ഇറങ്ങില്ല. പിന്നെന്ത്? അത് തീരുമാനിക്കേണ്ടത് ആദ്യം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറയുന്ന വാക്ക് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി. ഇതാണ് ഈ മാർഗം. നിങ്ങളൊരു ഈ വിഷക്കുപ്പി കുടിച്ചിട്ട് മരിക്കാതിരുന്നാല് ഞങ്ങളൊക്കെ മുഅ്മിനായിക്കോളാന്ന് പറഞ്ഞു ജൂതന്മാര് വന്നിട്ട് ആരോട്? ഖാലിദ് ബിൻ വലീദിനോട്. ഈ വിഷക്കുപ്പി ശ്വസിച്ചാൽ മരിച്ചു പോകുന്ന വിഷക്കുപ്പിയാ ഈ വിഷം. ഇത് കുടിച്ചിട്ട് നിങ്ങൾ മരിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ വിശ്വസിച്ചോളാം. വിശ്വസിക്കുമോ? വിശ്വസിക്കുന്നു. വിഷക്കുപ്പി പറഞ്ഞു. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. റബ്ബിന്റെ കൽപ്പനയാണ്. ആദം കൊണ്ട് ചെല്ലി വേഷം കൊണ്ട് വെച്ചു. ഇമാത്തത്തും ആരുടേതാണ്? വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ചിന്തിക്കണം. മരിച്ചില്ല, എന്ത് മരിക്കും? സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഈ ക്ലാസ് എന്തിനു വേണ്ടിയാണ്? ഈ ക്ലാസ് ഡാമിലെ വെള്ളം പോലെ സുന്നികളെ കരുതിയ ചില ആളുകൾക്ക് നിങ്ങൾക്ക് ഈ ഡാമിൽ നിന്ന് ഇനി വെള്ളമില്ല എന്ന് പറയാൻ വേണ്ടി. ഡാമിലെ വെള്ളം പോലെയാണ് സുന്നികൾ എന്ന് പലരും കരുതി. ഡാമിലെ വെള്ളം എല്ലാവരുടേതുമാണെന്ന് എല്ലാവരും മനസ്സിലാക്കി. അത് ഓരോരുത്തരും അവരവർക്ക് വേണ്ട പോവുചാൽ കുത്തി തുറന്നിട്ട് അവരവർ അങ്ങനെ കൊണ്ടുപോകാൻ തുടങ്ങി. അപ്പോൾ ഇത് പറഞ്ഞിട്ട് നിങ്ങൾക്കുള്ള ഡാമല്ല, ഇതിന് ഉത്തരവാദിത്തത്തോടുകൂടെ ഇതൊക്കെ നോക്കാനുള്ള ആളുകളുണ്ട് എന്ന്. പലർക്കും വെള്ളം കിട്ടുന്നില്ല, വിഷമിക്കുന്ന പലരും അവർക്ക് ബുദ്ധി ഉണ്ടായതുകൊണ്ട് അത് പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രമേ. ഇത് മാത്രമേ സുന്നത്തി വൽ ജമാഅ ഇത് നിലനിന്നേ നന്നാവും.
എന്തുകൊണ്ട്? യാ അയ്യുഹല്ലദീന ആമൻതുല്ലാഹ വകൂനൂ മഅസ്വാദിഖീൻ. ഇത് സുന്നികളെ രാത്രിയാണ്. എന്തുകൊണ്ട്? എന്താ ഞാൻ അങ്ങനെ പറഞ്ഞത്? സുന്നികളെ അതെന്താ ഈ രാത്രി നിന്റെ കൂടെ അല്ലേ? നേരം വൈകിയ ഒന്ന് പറയൂ, നേരം വൈകിയ. ശരി, ഇതാരുടെ രാത്രിയാ? ഇതെന്തിന്റെ രാത്രിയാ? ഹജ്ജിന്റെ രാത്രിയാ. ഹജ്ജാരുടെ പ്രതീകമാ സയ്യിദുനാ ഇബ്രാഹിം. എന്താ ഈ ഇബ്രാഹിം നബിയുടെ പ്രതീകം? ലോകത്തെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ ആദരിക്കുമെന്നതിന് ഏറ്റവും വലിയ പ്രതീകം ഇന്നും നാളെയും മറ്റന്നാളുമാ. ഇതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ബേസ്. സ്വർഗത്തിൽ നിന്ന് 2 മാണിക്കക്കല്ല് കൊണ്ടുവന്നു. ഇതിന് ഈ ക്ലാസ് തന്നെ വേണം, വേറെ ഏതെങ്കിലും ക്ലാസ് അത് പറയൂല. സ്വർഗത്തിൽ നിന്ന് 2 മാണിക്കക്കല്ല് ഭൂമിയിൽ കൊണ്ടുവന്നു. ആ 2 കല്ലുകൾ ഏതാണ്? ആ 2 കല്ലിൽ ഒരു കല്ലാണ് മഖാം ഇബ്രാഹിം. മനസ്സിലാവുന്നില്ലേ? യാഖൂത്തത്താനി 2 മാണിക്കക്കല്ല് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നു. ഒരു കല്ലാണ് ഏത്? മഖാം ഇബ്രാഹിം. അതിന്റെ പുറത്തേക്ക് കാലെടുത്ത് വച്ചു സയ്യിദ്നാ ഇബ്രാഹിം. സാധാരണ കല്ലല്ല. ഏത് കല്ല്? സ്വർഗത്തിലെ മാണിക്കക്കല്ലാണെന്ന് ആര് പറഞ്ഞു? ഏതോ അങ്ങാടിയിലെ കല്ല് വിൽപ്പനക്കാരൻ പറഞ്ഞതല്ല, മുഹമ്മദ് നബി പറഞ്ഞു. സ്വർഗത്തിലെ മാണിക്കക്കല്ല. ബഹുമാനപ്പെട്ട ഹജറുൽ അസ്വദ് മഖാം ഇബ്രാഹിം, ആ 2 കല്ലുകൾ സഫാ കുന്നിന്റെ മുകളിൽ ഇറക്കി വെച്ചപ്പോൾ ഭൂമിയാകെ പ്രകാശിച്ചു പോയി എന്ന് മുഹമ്മദ് നബി. അതിൽ ഒരു കല്ലാണ് മഖാം ഇബ്രാഹിം. ആ കല്ലിന്റെ മുകളിലേക്ക് കാലെടുത്തു വെച്ചു സയ്യിദ്നാ ഇബ്രാഹിം. ഫലാബത തൗബതൻ മിൻ ഇക്റാമി ഇബ്രാഹിം طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي أيها المبعوث فينا جئت بالعمد المطاع جئت شرفت المدينة مرحبا يا خير داعي يا نبي سلام عليكم يا رسول سلام عليكم. ഒരു മഹാന്റെ കാൽപാദത്തിന് പോലും ഈ വിലയുണ്ട്. ഇതിവിടെ വേറെ ആരും ഖുർആൻ ക്ലാസ് പറയില്ല. ഇത് പറയണമെങ്കിൽ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഖുർആൻ ക്ലാസ് തന്നെ വേണം. അല്ലാഹു തആല നിലനിർത്തട്ടെ. അതിവിടെ പറയേണ്ടതില്ല എന്ന് തോന്നുന്നുണ്ടാ? അങ്ങനെ അല്ല, 47 സ്വാതന്ത്ര്യം നമുക്കില്ലേ? നമുക്ക് പറഞ്ഞൂടെ? ഇത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കേൾക്കുമോ? ഇങ്ങനത്തെ ഒരു ക്ലാസ് ഇല്ലേ? ചിന്തിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്ത അത് നമ്മൾ അതിന് കാസിനിയല്ല, അത് പുഴയിലെ വെള്ളം പോലെയാ, അങ്ങനെ ഒഴുകും. ഒരാളല്ലെങ്കിൽ ഒരാൾ. ഞാൻ മരിച്ചാൽ ഇവിടെ വിളയാടാമെന്ന് പലരും വിചാരിക്കുന്നു എന്ന് ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞു. ഞാൻ മരിച്ചാൽ ഇവിടെ പലർക്കും വിളയാടാമെന്നാണ് അവർ വിചാരിക്കുന്നത്. ജ്ഞാനത്തെക്കൊണ്ടുമല്ല ഒരു ശാഫിഈ മരിച്ചാൽ 1000 ശാഫിഈമാർ വരും എന്ന് പറഞ്ഞു ഇമാം ശാഫിഈ. മനുഷ്യന്റെ വില, മനുഷ്യന്റെ കാൽപാദത്തിന് പോലും ഈ വിലയുണ്ട്. അവൻ ആരാണെങ്കിൽ അവൻ ഇന്ന ഇബ്രാഹീമ കാന ഉമ്മ. കവിയുടെ മിത്തല്ല, കവി പറഞ്ഞിട്ടുണ്ട്. കരുരുക്കുന്ന വെനലോടലാടി കത്തുകാത്തവസാനം ഞങ്ങൾ ഈ ജയം നേടി. എല്ലിനോണ്ട വിരാമ നെറ്റുമുട്ടിയ കരി കല്ലുകളെല്ലാം വെറുപ്പു നിരുവീനലിഞ്ഞുപോയി.
അത് വൈലാപ്പള്ളിയാ, അത് കവിയുടെ കാൽപ്പനികമില്ല. കുന്നുകളറിഞ്ഞറിഞ്ഞൊക്കെയും നിരപ്പാക്കി മണ്ണുകൊണ്ട കേലത്തെ കയലിൽ ചിറാകെട്ടി കരുരുക്കുന്ന വെനലോടനേരാടി കതുകാഥവസാനം ഞങ്ങളീ ജയം നേടി എല്ലിനൂട വിരാമ മെറ്റുമുട്ടിയ കരിൻ കല്ലുകളെല്ലാം വേർപ്പു നിരുവീണലിഞ്ഞു പോയി. എല്ലിനോട് അവിരാമം ഏറ്റുമുട്ടിയ കരിങ്കല്ലുകളെല്ലാം നിരുവീണലിഞ്ഞു പോയി. യുവാവിന്റെ വിയർപ്പ് വീണപ്പോ കല്ലലിഞ്ഞു. അത് കവിയുടെ കൽപ്പനയിലെത്ത അത്രേ ഉള്ളൂ. കല്ലലിയാണെങ്കിൽ ഹൗസ്കരയിലൊക്കെ ആഴ്ചയിലെ കല്ല് മാറ്റുന്നു. എന്നാൽ അലിഞ്ഞിട്ടുണ്ട്. ഏത് കല്ല്? മഖാമ ഇബ്രാഹിം എന്ന മാണിക്കക്കല്ല് ആർക്ക് വേണ്ടി അടിഞ്ഞു? ശറഫാക്കപ്പെട്ട മനുഷ്യന് വേണ്ടി. ഇവിടെ പഠിപ്പിക്കണമെങ്കിൽ ഇതാണ് യാ അയ്യുഹല്ലദീന, അവരെ കൂടെ നിൽക്കണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ കൂനൂ മഅസ്വാദിഖീൻ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഒരു ഗോളം 360 ഡിഗ്രിയാണ്. മധ്യരേഖയെന്ന് 90 ധ്രുവത്തിലേക്ക്, പിന്നെ താഴെ 90, ഒരു പരിച്ഛേദം 180, അടുത്ത പരിച്ഛേദം 180, 360. മധ്യരേഖയ്ക്ക് മുകളിൽ, ഭൂമിക്ക് മുകളിൽ സൂര്യൻ വരും. എന്നിട്ട് എന്ത് ചെയ്യും? സൂര്യൻ 23 ഡിഗ്രി ഇങ്ങോട്ടാണ്, ധ്രുവത്തിലേക്ക് പോവില്ല. ധ്രുവത്തിൽ മഞ്ഞ് ഐസിൽ കിടക്കും. അവിടെയൊക്കെ എക്സിമോകൾ താമസിക്കും, നീർനായക്കൾ ഉണ്ടാകും. അവിടെ സിമന്റ് കട്ടയിൽ മനുഷ്യർ ഉണ്ടെങ്കിലുണ്ടാകും. അതും വളരെ അപൂർവം. 23 ഡിഗ്രി ഇങ്ങോട്ടാണ്, 3 മാസമായി. പിന്നെ 23 ഇങ്ങോട്ട് കയറും. അപ്പോൾ വീണ്ടും 3 മാസം 6ആയി. ഒരു സൂര്യവർഷം. വീണ്ടും ഇങ്ങോട്ട് തെക്ക് ഭാഗത്തേക്ക് 23, പിന്നെ കയറാൻ 3 മാസത്തിൽ 23. ഇതാണ് സൂര്യവർഷം 1. ഇതാണ് സൂര്യന്റെ ഭ്രമണപഥം. ഈ 23 3 ഇതാണ്. ഇങ്ങനെ എന്ന് മുതൽ സൂര്യൻ അല്ലാഹു എന്നാണോ നിശ്ചയിച്ചത് അന്ന് മുതൽ അന്ന് മുതൽ. ശ്രദ്ധിക്കുന്നില്ലേ? നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, എനിക്കെന്നെ അറിയാം. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, എനിക്കറിയാം. എനിക്ക് മനസ്സിലായിട്ടില്ല, നാം മനസ്സിലാക്കിയില്ല. ഇതാ സൂര്യന്റെ രീതി. എന്നിട്ട് എന്ത് ചെയ്തു? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ സൂര്യനെ സംവിധാനിച്ച അതേ സൂര്യൻ എന്ത് ചെയ്തു? 309 കൊല്ലം ഭ്രമണപഥം മാറി നടന്നു. എന്തുകൊണ്ട്? ഭ്രമണപഥത്തിന്റെ നേരെ ചുവട്ടിൽ ഒരു ഗുഹയുണ്ടായിരുന്നു. ഗുഹയിൽ 7 മനുഷ്യന്മാരുണ്ടായിരുന്നു. അവർ മഹാന്മാരായിരുന്നു, ഔലിയാക്കളെ. മനസ്സിലായില്ല? കാരണം പറഞ്ഞു മനസ്സിലായില്ല നിങ്ങൾക്ക്? ഉദിച്ചുയർന്ന് വലത്തോട്ട് തെറ്റും. ഇടത്തോട്ടും തെറ്റും. അസ്തമിക്കുമ്പോൾ മുകളിൽ വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കില്ല. എന്തുകൊണ്ട്? ഇവിടെ 309 കൊല്ലം ശീതോഷ്ണാവസ്ഥ വേണം. കണ്ടുപിടിക്കുന്നതിന്റെ 3000 കൊല്ലം മുമ്പ്. നിങ്ങൾ ഓർമ്മയുണ്ടാ? എത്ര എയർ കണ്ടീഷൻ കണ്ടുപിടിക്കുന്നതിന്റെ 3000 കൊല്ലം മുമ്പ് ഒരു ഗുഹയെ എയർ കണ്ടീഷൻ ആക്കാൻ വേണ്ടി സൂര്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി നടന്നു. കാരണം എന്റെ കാരണം അവിടെ തന്നെ പറഞ്ഞു. ആ ഗുഹയുടെ ഓഡിറ്റോറിയത്തിൽ അവരുണ്ടായിരുന്നു. എത്ര ആളുകൾ? 7 ആള്. പിന്നെ ഒരു നായുണ്ട്, അതിൽ ബഹുമാനപ്പെട്ട നായുമാണ്. അങ്ങനെ ഒരു 7 ആളുണ്ട്, ഒരു നായുണ്ട്. നായും ചിലപ്പോൾ ബഹുമാനപ്പെടാറുണ്ട്. ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ബഹുമാനപ്പെട്ട നായാണ്. അങ്ങനെയുമുണ്ട് 7 ആളുകളും ഒരു നായുമായി. അതുകൊണ്ട് സൂര്യൻ മാറി നടന്നു. അങ്ങനെ മാറുമോ കാസിം? അങ്ങനെ ഉണ്ടാവുമോ കാസിം? അതിന്റെ താഴെ പറയുന്നു ذلك من آيات الله
തെറ്റി നടന്നത് അള്ളാഹുവിന്റെ മഹാ ദൃഷ്ടാന്തമാണ്. എന്തുകൊണ്ട്? ഇവിടെ താഴെ ആരുണ്ട്? ഔലിയാക്കളാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ മനസ്സിലായോ? ഇത് പറയാനാണ് ഈ ക്ലാസ്. അത് വേണമെങ്കിൽ ചേരാം, നിങ്ങൾ പണി നോക്കാം. ഇത് പറയാനാണ് ഈ ക്ലാസ്. അള്ളാഹു ആദരിക്കേണ്ടവരെ ആദരിക്കണം, എന്നിട്ട് ഹക്കായ വഴിക്ക് ജീവിക്കണം. നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അവരൊക്കെ അങ്ങോട്ട് തള്ളിക്കളഞ്ഞിട്ട് നമ്മൾ നാലാൾ മാത്രം ആഹൃതമാനിൽ ഇങ്ങനെ മൊബൈലും പിടിച്ച് കളിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ മുത്തക്കിലുകളും മുൻഗാമികളൊക്കെ സഫീഹാണെന്ന് പറയണമെങ്കിൽ അങ്ങനെ ജാതി അത്രയൊന്നും തലച്ചോറിൽ നമ്മളെ വെള്ളം പറ്റിയിട്ടില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്താ പറഞ്ഞത്? ഇത് പറയാൻ ഈ ക്ലാസ് വേണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്ലാസ് ഉണ്ടാവണം. നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് സത്യത്തിന്റെ കൂടെ നിൽക്കുന്നവരെ ഇതിനെ ഒന്ന് സഹായിക്കൂ. നമുക്കൊന്ന് അല്ലെങ്കിൽ കൂടെ നിന്നൊന്ന് പരസ്പരം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പരസ്പരം സഹായിച്ച് മുന്നോട്ട് പോകാം. നമ്മളെ തൗഫീഖ് ചെയ്യട്ടെ. ചിന്തിക്കരുത് തമാശ. ഈ നായ തന്നെ ഒരിക്കൽ അവരെറിഞ്ഞോടിച്ച നായ, പലവട്ടം അവരെ എറിഞ്ഞോടിച്ച നായ, അവസാനം നായ അവരെ എറിഞ്ഞോടിച്ചു. പോനായ എന്ന് പറഞ്ഞിട്ട് എറിഞ്ഞോടിച്ചു. 6 രാജകുടുംബങ്ങളും ഒരു കൃഷിക്കാരനാണ്. കൃഷിക്കാരൻ രാജകുടുംബമല്ല, പക്ഷേ കൃഷിക്കാരൻ ഈ 6 ആളുകളുടെയും സ്നേഹിതനായിരുന്നു. അയാളുടെ തോട്ടം കാക്കുന്ന ഒരു നായും ഉണ്ടായിരുന്നു. ആ നായ നിലാവെളിച്ചത്തിൽ പിന്നാലെ പോകുന്നു. അവർ ഗുഹയിൽ അഭയം തേടാൻ പോവുകയായിരുന്നു. അപ്പോൾ ഇവർക്ക് നായ ശല്യമായിരുന്നു. അപ്പോൾ തുറന്നു നായയെ എറിഞ്ഞോടിച്ചു. നായ പോയില്ല. പലവട്ടം എറിഞ്ഞോടിച്ചു. അവസാനം തന്റെ കാലിൽ എണീറ്റ് നിന്നിട്ട് നായ പറഞ്ഞു, മഹാന്മാരെ, അള്ളാഹു ഇഷ്ടപ്പെടുന്നവരെ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരെ, അള്ളാഹു ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്നവരെ നിങ്ങൾ എന്നെ എറിഞ്ഞൊട്ടിച്ച് കൊന്നാലും ഞാൻ പോവില്ല. എന്തുകൊണ്ട്? ഞാൻ നിങ്ങളെ കൂടെയാ. ഞാൻ പോവില്ല എന്ന് പറഞ്ഞു. ആരും പറഞ്ഞു? ഇത് പറയാൻ സുന്നത്യമായിട്ടുള്ള ക്ലാസുകൾ വേണം. നമുക്ക് തോപ്പിയൊക്കെ ചെയ്യട്ടെ. അല്ലെങ്കിൽ അത് പറയുന്ന ക്ലാസ്സാ സുന്നത്യമായിട്ട്. ഇതാണ് എന്റെ ഖുർആൻ നിറയെ. ഇതന്നെ എവിടെയും ഖുർആൻ നിറയെ ഇതാണ്. ഇത് തന്നെ ഖുർആൻ നിറയെ. ചിന്തിക്കണേ. അങ്ങനെയുള്ള മഹത്തുക്കളുടെ കഥ പറയുകയാ. ആ മഹത്തുക്കളെ വളരെ ദൂരമായി ചിന്തിക്കണം. അങ്ങനെയുള്ള ശുദ്ധീകരണ പന്ഥാവാ അഹ്ലു സുന്നത്തി വൽ ജമാഅ. അതിന്റെ കൂടെ നിന്നാൽ വെളിച്ചം കിട്ടും, അല്ലെങ്കിൽ പരാജയം. നമ്മളെ കാക്കട്ടെ, നമ്മളെ കാക്കട്ടെ. സബീലിലെ ഒരു ആംപ്ലിഫയർ കണ്ടുപിടിക്കുന്നതിന്റെ 1000 കൊല്ലം മുമ്പ് ബഗ്ദാദിൽ വാൾ പറഞ്ഞിരുന്നു. എത്ര കൊല്ലം മുമ്പ്? ആംപ്ലിഫയർ കണ്ടുപിടിക്കുന്നതിന്റെ 1000 കൊല്ലം മുമ്പ്. വളരെ നമ്മൾ ചിന്തിക്കണം, നമ്മൾ മനസ്സിലാക്കണം. ആംപ്ലിഫയർ കണ്ടുപിടിക്കുന്നതിന്റെ 1000 കൊല്ലം മുമ്പ് ബഗ്ദാദിൽ വാൾ പറഞ്ഞിരുന്നു. 1000 കൊല്ലം മുമ്പ്. എത്ര ആളാ വാളുകൾക്ക്? പോലും തന്റെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിരമുള്ളോരങ്ങനെ ചുവട്ടിലും ചുര തന്നെ കൊതുകിന് കൗതുകം ആവേണ്ട. ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞ അലിമിയാന്റെ എല്ലാ പുസ്തകങ്ങളും ജമാഅത്തെ ഇസ്ലാമി പരിഭാഷപ്പെടുത്തി. ഈ പുസ്തകം ഇന്ന് വരെ പരിഭാഷപ്പെടുത്തണമെന്നൊരു ചിന്ത ജമാഅത്തുകാർക്ക് ഉണ്ടായിട്ടില്ല. എന്നെങ്കിലും പരിഭാഷപ്പെടുത്തിയാൽ അന്ന് ജമാഅത്തെ ഇസ്ലാമി തിരിച്ചു വന്നു. എല്ലാം പരിഭാഷപ്പെടുത്തി. ഇത് പരിഭാഷപ്പെടുത്തില്ല. നജീബ് സാഹിബിന്റെ എല്ലാ പുസ്തകവും ഇത് പരിഭാഷപ്പെടുത്തില്ല. എന്തുകൊണ്ട്? ഇത് പരിഭാഷപ്പെടുത്തുന്നവരെ ജമാഅത്ത് വാക്കിയാവും. പരിഭാഷപ്പെടുത്തില്ല. ആരാ പറഞ്ഞത്? സദസ്സിൽ എത്ര ആളുണ്ടാവും? 70,000 ആളുകൾ. 70,000 ആളുകൾക്ക് വാഴ കേൾപ്പിച്ചിരുന്നു. ആര്?
ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. എത്ര ആള് 70,000 ചരിത്രമാണ്. 70,000 ചരിത്രമാണ്. കേവലം 1000 അല്ലാതെ, അത് വെറുതെ പറഞ്ഞ 1000 അല്ല. അത് വെറുതെ 4 ആളെ കാണുമ്പോഴത്തിന് അതിനെ റൂട്ടിന്മേൽ സ്ക്വയർ കൂട്ടിയിട്ട് ലക്ഷങ്ങളാക്കിയതല്ല. അത് ഒറിജിനൽ 70,000 തന്നെയാണ്. കാരണം ചരിത്രം അങ്ങനെയാണ്. 70,000 ആളുകൾ വാഴ്ന്നു കേൾക്കാനുണ്ടാവും എന്ന് ആമ്പിളിപ്പേർ കണ്ടുപിടിക്കണതിന്റെ 1000 കൊല്ലം മുന്നേ. എന്നിട്ട് എല്ലാവരും വാഴ്ന്നു കേൾക്കും, എല്ലാവരും കാര്യം. ചിലർ ബോധം കൊണ്ടുപോകും. طلع البدر علينا من ثنيات الوداع وجاب شكر علينا مدى لله داعي أيها المبعوث فينا كتاب الأمر المطاع جئت شرفت المدينة مرحبا يا خير داعي يا نبي سلام عليكم يا رسول سلام عليكم يا حبيب صلوات الله عليكم. സ്വീകരിക്കട്ടെ. അങ്ങനെയാണ് 70,000 ആളുകൾ വാഴുകൾക്കും എല്ലാവരും കരയും. ആമ്പിളിപ്പേർ കണ്ടുപിടിക്കുന്നതിന്റെ ആ മനുഷ്യനെ പറ്റി ഈ ലോകത്തിന് പറഞ്ഞു കൊടുക്കണ്ടേ? അത് സ്വീകരിക്കപ്പെടുന്ന സദസ്സിൽ പറയണ്ടേ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. തമാശയാണോ ഇത്? ഇത് പറയാനാ? ഇത് പഠിച്ച വിദ്യാർത്ഥികളാ, ഖുർആൻ ഹദീസ് എന്ന വിദ്യാർത്ഥികൾ. എന്തേ മഹാനായ ബഹുമാനപ്പെട്ടവർക്ക് അങ്ങനെ മാത്രം ഉണ്ടായി? ഒരു ചൊൽ മുടലായി ഉസ്താദിന്റെ കയ്യിൽ നിന്ന് ഒരു ഇൽമ കിട്ടാൻ വേണ്ടി 3 കൊല്ലം കാത്തിരുന്നു. ഒരു ഉസ്താദിന്റെ ഒരുത്തക്ക് ബഹുമാനപ്പെട്ടവർക്കുണ്ടായിട്ടില്ല. ഒരു ഉസ്താദിൽ നിന്ന് ഇൽമ കിട്ടാൻ വേണ്ടി 3 കൊല്ലം കാത്തിരുന്നു. ഒരു ചൊൽ മുടലായി അല്ലാഹു ഈ സ്വലാത്തിന്റെ ഫضل കൊണ്ട് ഇൽമിനെ ആഫിയാക്കി തരട്ടെ. അല്ലാഹു ഇൽമിനെ ആഫിയാക്കി തരട്ടെ. അതുതന്നെ ഞാൻ നിൽക്കുന്നില്ല. ഉസ്താദ്മാരെ ബഹുമാനിച്ചു, അവരെ ഗുരുത്വം വാങ്ങി, അങ്ങനെയുള്ള മശായിഖന്മാരാ ദീനിന്റെ പ്രഭ വരുത്തിയത്. കേരളത്തിൽ വിജ്ഞാനം നിലനിന്നത് കണ്ണിയത്തിനം റഹിമഹുല്ലാഹ് പോലെയുള്ള ശംസുൽ ഉലമാ റഹിമഹുല്ലാഹ് പോലെയുള്ള മഹത്തുക്കളായ ആരിഫീങ്ങൾ വഴിയായിരുന്നു. എന്തുകൊണ്ട്? അവരെ കണ്ടാൽ മതി, അവരെ കണ്ടാൽ മതി. ഒരു ഉത്തരങ്ങളാ, സാലിഹീങ്ങളാ, ഭക്ഷണം പോലും കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ കൈ ഉയർത്തി താഴുന്നതിന്റെ മുമ്പ്, ദുആ ചെയ്ത് തീരുന്നതിന്റെ മുമ്പ് മഴ പെയ്ച്ച സംഭവം ഉണ്ടായിരുന്നു. ആരുടെ ദുആക്ക്? കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ ഈ വിനീതന്റെ നാട്ടിൽ അനവധി കുടുംബം കാഫറായി 980. നമ്മൾ ശ്രദ്ധിക്കുന്നില്ലേ? ക്രിസ്ത്യാനിയായി 950. എനിക്കോർമ്മണ്ട് ആ സംഭവം. 950 ക്രിസ്ത്യാനികളായി അനവധി കുടുംബങ്ങൾ 2 ദിവസത്തെ വാഴവിന് വന്നു എടക്കരങ്ങാടിയിലേക്ക്. ശംസുൽ ഉലമായി എത്ര ഒരു പൗലോസ് മൊയ്തീൻ മാത്രം ബാക്കിയായി. കാരണം എന്തിനെങ്കിലും ഒരു അസർ ഉണ്ടാവണല്ലോ. പൗലോസ് മൊയ്തീൻ അവസാനം പിന്നെ പൗലോസ് മൊയ്തീനായിട്ട് കത്തുകയായി. അവരെ ക്രിസ്ത്യാനിയാക്കിയ ജോൺ മുണ്ടക്കൻ എന്ന ഫാദറിന്റെ പേര് ഇപ്പോൾ ഇബ്രാഹിം എന്നാണ്. മനസ്സിലായില്ല? അത് മനസ്സിലായോ? എന്ത് ലേഖ കൊടുക്കുന്ന ആളാ ഇന്നില്ല. അതൊക്കെ അതറുള്ള മഹാന്മാരായിരുന്നു. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. എനിക്കോർമ്മയുണ്ട് 980 ഞാൻ അന്ന് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാ.
ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ശംസുലമ വരുന്നത് വിളിച്ചു പറഞ്ഞ മൈക്ക് സെറ്റ് ഓടിയുന്നത്, ജീപ്പ് വാഹനം ഓടിയുന്നത്, അന്നത്തെ കവിത പോലും ഒരു നൂറ്റാണ്ട് മലയാളത്തിൽ ഒരു നൂറ്റാണ്ട് നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ നമ്മളെ ചോര കയറിയിട്ടുണ്ട്. ഗ്രന്ഥം വിരചിതമായത് സുറിയാനിയിലല്ലേ? ഇന്നീ ബൈബിൾ പഠിച്ചവർ മൂലഗ്രന്ഥം കണ്ടിട്ടുള്ളവരാണ്. പറയൂ ക്രിസ്ത്യാനികളെ, പറയൂ ക്രിസ്ത്യാനികളെ. ആ പാട്ട് പോലും അതൊരു മലയാളത്തിന്റെ സുവർണ്ണ ചരിത്രം. ഗ്രന്ഥം വിരചിതമായത് സുറിയാനിയിലല്ലേ? ഇന്നീ ബൈബിൾ പഠിച്ചവർ മൂലഗ്രന്ഥം കണ്ടിട്ടുള്ളവരാണോ? പറയൂ ക്രിസ്ത്യാനികളെ, പറയൂ ക്രിസ്ത്യാനികളെ. അതോടുകൂടെ മിഷനറികളുടെ വാറോലകൾ കിഴക്കൻ നാട്ടിൽ അവസാനിച്ചു. പാട്ടിന് പോലും ജീവൻ തോന്നുന്നു. ആ മനുഷ്യൻ രണ്ട് ദിവസം പറഞ്ഞു. ഫാദർ ജോൺ മുണ്ടക്കൻ കഴിഞ്ഞ മാസവും ഞങ്ങൾ തമ്മിൽ കണ്ടിരുന്നു. നിങ്ങൾ ആ സംഭവം, ആ ശംസുലുലമ സംഭവം ഒന്നും കൂടി പറയൂ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോ ഈ മനുഷ്യൻ എന്നോട് പറയാണ്, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട, ജോൺ മുണ്ടക്കൻ എന്നോട് പറയാണ്, ഇപ്പോൾ ഇബ്രാഹിം മുണ്ടക്കൻ എന്നാണ് പേര്, അല്ലാഹു തആല അദ്ദേഹത്തിന് ദീർഘായുസ്സ് നൽകട്ടെ, ഇന്ന് മനുഷ്യനല്ല, അദ്ദേഹം എന്നോട് പറയാണ്, ഞങ്ങൾ വിചാരിച്ചത് ഈ മനുഷ്യന് സുറിയാനിയൊന്നും അറിയൂല. ഇയാൾ ആരാന്നറിയോ? റോമിൽ പോയി സുറിയാനി പഠിച്ച ജോൺ മുണ്ടക്കൻ. ജോൺ മുണ്ടക്കൻ റോമിൽ പോയി സുറിയാനി പഠിച്ച ആളാണ്. സുറിയാനി അടിത്തറ പഠിച്ച ആളാണ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ പ്രഭാഷണം തുടങ്ങിയ ഉടനെ തന്നെ എണീറ്റിട്ട് ചോദിച്ചു, സുറിയാനിയിലെ ചോദ്യം ചോദിച്ചു. അതിന് ഒരു 10-15 മിനിറ്റ് സുറിയാനിയിൽ അങ്ങനെ തന്നെ ഫ്ലുവന്റ് ആയിട്ട് മറുപടി പറഞ്ഞോടുകൂടെ അടുത്തൊരു ചോദ്യം ചോദിക്കാൻ എന്റെ കയ്യില് ഇല്ല. ഞാൻ അടുത്ത പാതിയുടെ കയ്യിൽ ബൈബിളും കൊടുത്തിട്ട് ഇനി നിങ്ങൾക്ക് കൈയൊന്ന് നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് സെൽഫ് വിട്ടതാണ്. എന്ത്? അതൊന്നും ആംപ്ലിഫയറിന്റെ ബലത്തിൽ കൂക്കിയവനല്ല. അവരൊക്കെ അവിടെ ജീവിച്ചിരുന്നു എന്ന് തെളിയിക്കപ്പെടണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അബ്ബേ, എന്തൊരു അതൊക്കെ കറാമത്താണ്. ഒരു സൗകര്യം വേണ്ട. എടക്കര അങ്ങാടിയിലെ പള്ളിയില് ഒരു സൗകര്യമില്ലാത്ത പള്ളിയിൽ ചൂട് പിടിച്ചിട്ട് 2 ദിവസം കിടന്നുറങ്ങി. ആര് 10,000-കണക്കിന് ശിഷ്യന്മാർ ഗണങ്ങളുള്ള ഉസ്താദ്, 20-ാം നൂറ്റാണ്ട് കണ്ട അസ്റാറിന്റെ ശൈഖായ സിഎം വലിയുള്ളാഹി റഹിമഹുല്ലാഹ്, ബഹുമാനപ്പെട്ടവരുടെ പോലും ശൈഖും ഉസ്താദുമായ ശംസുൽ ഉലമാ റഹിമഹുല്ലാഹ് 2 ദിവസം ചൂടും കൊണ്ട് കിടന്നു. എടക്കര പള്ളിയിൽ കിടന്നുറങ്ങി. ഒരു ലോഡ്ജ് വേണ്ട, വന്ന ലോഡ്ജ് വേണം, വണ്ടി മാറ്റണം, ഇതൊന്നും ഒരിക്കൊന്നുമില്ല. പള്ളി കിടന്നു, പള്ളിയിലെ കിടന്നു. 2 ദിവസം പള്ളി കിടന്നു. എടക്കര പള്ളിയിൽ ചൂടടിച്ചിട്ട് 2 ദിവസം കിടന്നു. അയാളും പറഞ്ഞു, ക്രിസ്ത്യാനി പാതിരിമാർക്ക് ബാരിക്കേഡ് കെട്ടി കൊടുത്തു. അതിന്റെ സംഘാടകനായ ഒരാളാണ് എന്റെ വാപ്പ. ഇന്ന് ഹയാത്തിലാണ്. നിങ്ങൾ ചിന്തിക്കണം, എന്റെ അവർക്കൊക്കെ കഴിഞ്ഞു. ഇവിടെ പലരും പിന്നെ സ്നേഹസംവാദം നടത്തുന്നുണ്ടല്ലോ. സംവാദത്തിന്റെ അപ്പുറത്ത് 2 അക്ഷരം കൂടി കൂടിയിട്ടുണ്ട് ഇപ്പൊ അടുത്ത കാലത്ത്. സ്നേഹസംവാദം. ഇതെന്റെ അത് സംവാദം എന്ന് ചില ആളുകളൊക്കെ ആദ്യം തുടങ്ങിയത്, പിന്നെ അത് സ്നേഹത്തിലേക്ക് കൂട്ടി. അതായത് തോറ്റു പോവുകയാണെങ്കിൽ ഒന്നും ചെയ്യരുത് എന്നാണ് അതിന്റെ നേരം. കേരളത്തിലെ ഏറ്റവും വലിയൊരു സംവാദകൻ പരപ്പനങ്ങാടിയിൽ യൂക്കലാനാഥനോട് ഒരു രാത്രി വാദപ്രവാദം നടത്തും. ഈ ഇസ്ലാം കാര്യം, ഈമാൻ കാര്യം കഴിഞ്ഞതിന് 2 കൊല്ലം മുമ്പ് പരപ്പനങ്ങാടിയിൽ രാത്രി 12 മണി വരെ വാദപ്രവാദം നടത്തിയിട്ട് അല്ലാഹ് ഉണ്ട് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല. അറിഞ്ഞു എന്തുണ്ടായി? ഇതിനേക്കാൾ വലിയ സദസ്സ് കൂടി അവർക്കൊക്കെ ഫിത്നയുണ്ടായി. 4 ദിവസം കഴിഞ്ഞപ്പോൾ പന്താരങ്ങാടിക്കാർ എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു, ഖാസിമി, നമ്മൾക്ക് അവിടെ പരപ്പനങ്ങാടിയിൽ ഒരു വാളുവാണ്, അള്ളാനെ പറ്റി നല്ലൊരു മരുന്ന് പറയണം. വാദപ്രതിവാദമൊന്നുമല്ല, നിങ്ങളൊന്നും ബേജാറാവണ്ട, നിങ്ങൾ വന്നാൽ മതി.
അള്ള ഉണ്ടെന്ന് ശരിക്കൊണ്ട് പറയണം. നമ്മൾ ആളുകൾക്ക് തന്നെ അങ്കലപ്പെട്ടിട്ടുണ്ട്. എന്തേ എന്തേ സ്നേഹസമ്പാദക്കാരെ കൊണ്ട് നിന്ന് കിട്ടിയത്? എടാ എന്റെ ലഘുലേഖയാണ് ഇസ്ലാമിന്റെ പ്രബോധനം എനിക്ക് മനസ്സിലാക്കി. ഇസ്ലാമിനെ പ്രചരിപ്പിച്ചത് ലഘുലേഖയല്ല, അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. അവരെ തള്ളിയവർക്ക് പണത്തിന്റെ കുർബാനത്തിൽ നടക്കാം എന്നല്ലാതെ അതിവിടെ മുജാഹിദാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയാണെങ്കിലും ഇനി ആരാണെങ്കിലും ഇനി എവരാണ് പണത്തിന്റെ പൊലിമ കാട്ടാനല്ലാതെ കോഴിക്കോട് ഷെയ്ഖിന്റെ പള്ളിയിൽ ഫ്രാൻസിസ് റോഡിൽ കിടക്കുന്നുണ്ടല്ലോ അലാ ഷംസുദ്ദീൻ മുഹമ്മദ് ബിൻ അലാഉദ്ദീൻ ഹിംസി. ആ മനുഷ്യന്റെ ദഅവത്ത് നിങ്ങൾക്ക് കേൾക്കണം. പത്തേമാരിക്കാരോട് കൂടെ പൊന്നാനിയിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്നതാ, ഒന്നും മിണ്ടാതെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ കോഴിക്കോട്ടേക്ക് നടന്നത്. പത്തേമാരിക്കാരോട് കൂടെ വന്നിട്ട് പൊന്നാനിയിൽ ഇറങ്ങിയിട്ട് പൊന്നാനിയിലെ തീരദേശത്തോടുകൂടെ കടപ്പുറത്തൂടെ അങ്ങനെ വന്നത്. കോഴിക്കോട് എത്തിയപ്പോഴത്തിന് ആയിരക്കണക്കിന് ഹിന്ദു കുടുംബങ്ങൾ മുസ്ലിം മനുഷ്യനെ കണ്ടിട്ട് മോട്ടെ പോയിട്ട് ഈ തേജസ്വിയെ കണ്ടിട്ട് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി ശശികുമാർ എന്ന ഒരു പ്രഗത്ഭനായ ഡിവൈഎസ്പി ഉണ്ട്. അയാൾക്ക് ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ പ്രസിഡന്റിന്റെ അവാർഡ് കിട്ടി. അയാള് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നമ്മുടെ ഖുർആൻ സെന്ററിന്റെ ക്ലാസ് കേൾക്കാൻ വേണ്ടി കൊടുങ്ങല്ലൂർ വന്നിരുന്നു. ആ സദസ്സിൽ വന്നിരുന്നു. കഴിഞ്ഞതിന്റെ 2 ആഴ്ച, ഈ കഴിഞ്ഞ 2 ആഴ്ച, കഴിഞ്ഞ തിങ്കളാഴ്ചയുടെ മുമ്പുള്ള തിങ്കളാഴ്ച വന്നിരുന്നു. ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി ശശികുമാർ. ഒക്കെ ഞാൻ ചരിത മുത്തസിലാക്കി പറയാം, കാസിൽ എന്തോ വിട്ടുപോയി എന്ന് പറയണ്ട. ഇപ്പോഴും ഇരിങ്ങാലക്കുട ഡിവൈഎസ്പിയായ ഇപ്പൊ കൊടുങ്ങല്ലൂർ കൊലപാതകം പിടിച്ച ഡിവൈഎസ്പി ശശികുമാർ 2 ആഴ്ച മുമ്പ് ഖുർആൻ സെന്ററിന്റെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിരുന്നു. ആ പ്രദേശം ഉൾപ്പെടുന്ന ഭാഗത്തെ ഡിവൈഎസ്പി ആണ് അദ്ദേഹം. ചാർജുകളുടെ സമയത്ത് അന്ന് അവിടെ ഖുർആനിക ദഅവത്തിൽ നിന്ന് ആരോ ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞപ്പോൾ അദ്ദേഹം വന്നു. അദ്ദേഹം മലപ്പുറത്ത് ജില്ലയിൽ എവിടെയോ 13 കൊല്ലം ജോലി ചെയ്തിട്ടുണ്ട്. നല്ലൊരു മനുഷ്യൻ. അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു അവസരം നൽകി ഒരു ക്ലാസ് കേട്ടിട്ട് ഒരു 2 വാക്ക് പറയാം. എന്താ പറഞ്ഞത്? അദ്ദേഹം പറയും, മുസ്ലിമീങ്ങൾ ഭീകരവാദികളല്ല, മുസ്ലിമീങ്ങളെക്കാൾ ഭീകരവാദികൾ മറ്റു മതങ്ങളിലുണ്ട്. എനിക്കറിയാം. മുസ്ലിമീങ്ങൾ ഭീകരവാദികളല്ല, മുസ്ലിമീങ്ങൾ സ്നേഹികളാണ്, നല്ലവരാണ്. ആരെങ്കിലും ഭീകരവാദികൾ ഉണ്ടായെങ്കിൽ അത് സമുദായത്തിന്റെ പുറത്തേക്ക് ഇട്ടവരാണ്, അല്ലാതെ സമുദായം അംഗീകരിക്കുന്ന ആളുകൾ. മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? ശശികുമാർ നേരെ പറഞ്ഞത് അങ്ങനെ തന്നെ പറയാൻ. പിന്നെന്താ? പിന്നെ നിങ്ങൾ ഭീകരവാദികളാണെന്ന് ഇപ്പോൾ പെരുമ്പറ കേൾക്കുന്നു. അതിന്റെ പിന്നിലുള്ളത് രാഷ്ട്രീയ താല്പര്യമാണ്. നിങ്ങളെ ഒന്നുമല്ലാതാക്കി തീർക്കുക, നിങ്ങളെ എടുക്കാത്ത നാണയമാക്കി മാറ്റുക. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? ശ്രദ്ധിക്കണേ. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾ? ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾ? വളരെ പ്രധാനപ്പെട്ട കാര്യം പറയുന്ന വളരെ ശ്രദ്ധിക്കണം. മുസ്ലിമീങ്ങൾ ഭീകരവാദികളല്ല, ഭീകരവാദികൾ എല്ലായിടത്തും ഉണ്ട്. അത് മുസ്ലിം സമുദായത്തിൽ ഇന്ന് ഭീകരവാദികൾ, ടെററിസ്റ്റുകൾ എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് മുഖ്യധാരയിൽ മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന ഒരു വിഭാഗം അല്ല. പിന്നെ എന്തിനാ മുസ്ലിമീങ്ങളെ മൊത്തം ഭീകരവാദികളെന്ന് പറയുന്നത്? അത് രാഷ്ട്രീയ പകപോക്കലാണ് അതിന്റെ പിന്നിൽ. മുസ്ലിമീങ്ങളെ ഒന്നുമല്ലാതാക്കുക, പത്രക്കാർ അതിന് കൂട്ടുനിൽക്കുകയും ചെയ്യും, പ്രസ് ബ്യൂറോക്രസി അതിന്റെ കൂടെ. പിന്നെന്താ? പിന്നെ മുസ്ലിമീങ്ങളെ ഇന്ന് ഭീകരവാദികൾ എന്ന് പറയാനും കുറ്റം പറയാനും ആർക്കും എല്ലാവരും തയ്യാറാണ്. എന്തുകൊണ്ട്? അതിന് പ്രധാനപ്പെട്ട കാരണമുണ്ട്. അദ്ദേഹം പറയാം, ഇരിങ്ങാലക്കുട ഇപ്പോഴത്തെ സിറ്റിംഗ് ഡിവൈഎസ്പി ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി ശശികുമാർ എന്റെ മുന്നിൽ 2 ആഴ്ച മുമ്പ് പറഞ്ഞത്. അവർ ക്ലാസ്സിൽ പങ്കെടുത്ത് മറുപടി പറയവേ പറഞ്ഞതാ. പിന്നെ എന്താ? നിങ്ങളെപ്പറ്റി ഇപ്പോൾ ഭീകരവാദികൾ എന്ന് എല്ലാവരും പറയുന്നു. എല്ലാ കാരണവും ഒന്ന്, പ്രധാനപ്പെട്ട കാരണം, നിങ്ങളെപ്പറ്റി എന്ത് പറയാനും ഇപ്പോൾ ആർക്കും ഒരു ഭയവുമില്ല. ഒരു കാലഘട്ടത്തിൽ നിങ്ങളെപ്പറ്റി എന്തെങ്കിലും ഒരു കാര്യം പറയാൻ എല്ലാവർക്കും പേടിയുണ്ട്. ദൈവക്കോപം വരുമോ എന്ന് ഭയം കഴിയും. കാരണം എല്ലായിടത്തും പുണ്യപുരുഷന്മാരുണ്ടായിരുന്നു. നിങ്ങൾ പണത്തിന്റെ പിന്നാലെ പോയപ്പോൾ, ഗൾഫ് പണം തുറന്നിട്ടപ്പോൾ പുണ്യാത്മാക്കൾ മരണപ്പെട്ടുപോയി. ഇപ്പോൾ നിങ്ങളുടെ ഗ്രാമങ്ങളിൽ അത്തരം പുണ്യാത്മാക്കൾ മൗലികമായ ഘട്ടത്തിലാണ്. 966 തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ഒരു മനുഷ്യൻ ഇന്നലെ ഇതുപോലെ എന്റെ ഇടത് ഭാഗത്ത് നിന്നിട്ട് ഇന്നലെ വഴങ്ങി വെച്ചിട്ടുണ്ട്. ഇന്നലെ സാഹിത്യകാരന്മാർ പറയുന്ന ഇന്നലകളിൽ എന്ന ഇന്നലെയല്ല, ഇന്നലെ
ഇങ്ങനെ ആദ്യമായിരിക്കുമ്പോൾ ഇന്നലെ അയാളെ 966 തൂക്കിക്കൊല്ലാൻ പറ്റും. ആര്? ഇയാളെ ബാപ്പ നേരെ പാണക്കാട്ട് പോയ തങ്ങളാപ്പാനോട് പറഞ്ഞു, നിങ്ങളാപ്പാന്റെ കുട്ടിയെ തൂക്കിക്കൊല്ലാണ്. തങ്ങളാപ്പ കുറച്ചാൽ ആലോചിച്ചിരുന്നത് പറഞ്ഞത്രേ, നിങ്ങൾ പോയിക്കോളൂ അനുഭവിച്ചു. അവൻ പറഞ്ഞു, നിങ്ങളതിനൊന്നും ബേജാറാവില്ല. 2 ആഴ്ച കഴിഞ്ഞില്ല, വിട്ടു വന്നു. ഇന്നെന്തെങ്കിലും ഒരു മഹല്ലിൽ പ്രധാനിയായ ഒരു മഹല്ലിന്റെ പ്രസിഡന്റാണ്. 10-25 കൊല്ലത്തിലേറെയായി മലപ്പുറം ജില്ലയിൽ മഹല്ലിന്റെ പ്രസിഡന്റ്. വിട്ടുകൊണ്ട് വന്നു. വെറുതെ കോടതി ജഡ്ജിയെ തൂക്കിക്കൊല്ലാൻ പിടിച്ചു. പാണക്കാട്ട് ജഡ്ജി ജീവിക്കാനും പിടിച്ചു. ആര് ജയിച്ചു? പാണക്കാട്ട് ജഡ്ജി. എന്തുകൊണ്ട്? ഇന്നലില്ലാഹി ഇബാദൻ ലൗ അഖ്സമ അലല്ലാഹി ലഅബറ സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഞാൻ തൽക്കാലം ജഡ്ജിക്ക് ഒരു ചാക്ക് പൈസ കൊടുത്തേക്കുന്നുണ്ട്, നിങ്ങൾ ബേജാറാവണ്ട, വിട്ടുകൊണ്ടുവരും എന്നല്ല. ഒന്നുമില്ല, അവരെ പൈസയില്ല. അള്ളാഹിനോട് പറഞ്ഞു, അള്ളാന്റെ ആളുകളാണ്. അള്ളാഹ്ക്ക് ചില ആദ്യമകളുണ്ട്. അവരല്ലാഹനെ മുൻനിർത്തി ഒരു കാര്യം പറഞ്ഞാൽ അള്ളാഹു അത് നടത്തി കൊടുക്കുമെന്ന് മുഹമ്മദ് നബി. ഇതാണ് വീണ്ടും നമ്മൾ ഓതിയായത്. ഇത് ഇവിടെ ഈ അവസ്ഥ സൃഷ്ടിക്കാൻ സുന്നത്തമായിട്ടേ കഴിയൂ, അല്ലാതെ ആരെ പിന്നാലെ പോയാൽ പരാജയം. ഇതാണ് ഇതിന്റെ ഇതാണ് ഈ മാന്റെ വണ്ടിയിൽ ചേർന്നുള്ള സുന്നത്യമായിട്ട് കൂടെ നിൽക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിൽ പേടിപ്പിക്കാൻ വരും. كونوا في آخر الزمان دجالون كذابون يأتونكم من الأحاديث بما لم تسمعوا أنتم ولا آباؤكم. പരിചയമില്ലാത്ത പുതുവാദങ്ങൾ പറയും. ആര് പറയും? ശരിയാറ്റ് മാറ്റി തിരുത്തണമെന്ന് പറഞ്ഞു. ആരാ പറഞ്ഞത്? നേതൃത്വം കൊടുത്തതാരാ? എന്ത് കമ്മിയാണുള്ളത്? ഏത് വിദ്യാഭ്യാസത്തിനാണ് കമ്മിയുള്ളത്? ഒരു കമ്മിയുണ്ട്. സമസ്ത പഠിച്ച റൂട്ട് പഠിച്ചിട്ടില്ല. പേര് ഹമീദാണ്, ഒറിജിനൽ മഹ്മൂദാണോ മൽഊനാണോ പേര് ഹമീദ് ചെയ്യുന്നുണ്ടോ എന്നാണ്. അത് ഹമീദോ ഹമീദല്ലേ, മഹ്മൂദോ മൽഊനോ അല്ലാഹു അലം. പക്ഷേ എവിടെ കമ്മി വന്നത്? വളരെ നമ്മൾ ചിന്തിക്കണം. ഇവിടെ മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങളോട് വഖാലിദിസ് സുലാഹ നിൽത സ്വലാഹ ബിഹിം ലിഅന്നഹു ഫീ വുജൂഹിൽ അർളി അഖ്മാറു മഉൽ കരീഫീന മഅസാല മുഖ്തലിഫൻ ബിമാഇൻ ഹരിൻ ഫസാലത് മിൻഹു അഖ്റാറു. സ്വാലിഹീങ്ങളുടെ കൂടെ നിൽക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സമസ്തയുടെ മഹാന്മാരായ നേതാക്കൾ അല്ലാഹു അവരെ കൂടെ നമ്മളെ നിർത്തുമാറാകട്ടെ. അതൊരു സംശയവും വേണ്ട. കളമ്പാടി മുഹമ്മദ് മുസ്ലിയ, ചെറുശ്ശേരി മുസ്ലിയ, പാരമ്പര്യ ഇബ്രാഹിം മുസ്ലിയ, അല്ലാഹു കൊടുക്കട്ടെ. അവർ അസറിന്റെ സ്വാലിഹീങ്ങൾ തന്നെയാണ്, മുത്തഖീങ്ങളാ, സ്വാലിഹീങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഇസ്സത്തിൽ നിർത്തുമാറാകട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ സുന്നത്ത് ജമാഅത്തിന്റെ കൂടെ നിൽക്കുക, എല്ലാവിധ തിന്മകളിൽ നിന്നും മാറി നിൽക്കുകയും ചെയ്യുക. എന്താ പെരുന്നാളിന്റെ പ്രത്യേകത? ഒറ്റ അതിന്റെ പ്രത്യേകത ഇത് മഹാനായ സയ്യിദുനാ ഇബ്രാഹീം അലൈഹിസ്സലാമിന്റെ ഓർമ്മയാണ്. എന്താണ് ഇബ്രാഹിം നബിയുടെ നിന്ന് നമ്മൾ പഠിക്കാനുള്ളത്? ഒറ്റപ്പാടാണ്. പറഞ്ഞു തരട്ടെ, ഒരു വാക്ക് 5 മിനിറ്റ് പറഞ്ഞു തരട്ടെ. വലിയല്ലേ? ഒരു ദിവസം ആൾ പറഞ്ഞപ്പോൾ ആളുകൾക്ക് വലിയ ഇഷ്ടമായി. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ് എല്ലാ ദിവസവും വയറ് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയില്ല, നിങ്ങളെ ഈ ഇഷ്ടത്തിൽ അവസാനിപ്പിക്കലാണ് എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു.
ഉദുലാകും ആഴ്ചയിൽ ഈ ഉദ്ദേശിച്ച വയലിന് വേണ്ടിയിട്ട് 6 ദിവസം ബഗ്ദാദിൽ പാർക്കും. ഈ ഒരു വയലിന് വേണ്ടിയിട്ട് മിസ്രിൽ നിന്നും സിറിയയിൽ നിന്നും ഷാമി യമനിൽ നിന്നും ആയിരക്കണക്കായ ആളുകൾ കുതികെട്ടി പാർക്കും. ആഴ്ചയിൽ ഒരു വയലിൽ എടുക്കാൻ വേണ്ടി ബഗ്ദാദിൽ ആഴ്ചയിൽ. എന്നാൽ ഈ ജനങ്ങളൊക്കെ വന്നപ്പോൾ 6 ദിവസം വന്നത് പറയൂല. വയലായി ഇൽമ അങ്ങനെ തോന്നിയെടുത്ത് പറയാനുള്ള അത് ആവശ്യത്തിന് പറയാറില്ല. എന്തുകൊണ്ട് കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കൊണ്ടോറും മേറിടും മേന്മ നൽകും മഹൽ ഗുണം വിദ്യ തന്നെ മഹാധനം. അതിനപ്പുറം ഒന്നുമില്ല. ഏറ്റവും വലിയ الرحمن علم القرآن خلق الإنسان علمه البيان. അല്ലാഹു നിലനിർത്തി തരട്ടെ. നമുക്ക് പിരിഞ്ഞോയാലും മതിയായി. എന്റെ മനസ്സിൽ ഈ രാത്രി എന്റെ മനസ്സിൽ സന്തോഷിച്ചിട്ടുണ്ട്. നിങ്ങളോട് മുന്നിൽ മുഅ്മിനീങ്ങളെ സാലിഹീങ്ങളെ കൂടെ നിൽക്കൂ എന്ന് പറയലാണ് ഒരു കാലഘട്ടത്തിൽ ഈ കാലത്ത് ഏറ്റവും വലിയ വയലാണ്. ഈ ജീവിതത്തിൽ പറയാവുന്ന ഏറ്റവും വലിയ വയലാണ് ഞങ്ങളോട്. എനിക്ക് പറയാവുന്ന എനിക്കൊരു കഥറുണ്ടല്ല, എനിക്ക് പറയാവുന്ന ഏറ്റവും വലിയ വയലാണ് ഞങ്ങളോട് പറഞ്ഞത്. ഇതിനപ്പുറം ഒരു മനുഷ്യ എന്ത് ഏതൊരു മനുഷ്യനും ആരെ കൂടെ നിൽക്കാം. ഇവിടെ മുൻകഴിഞ്ഞ മനസ്സിലായില്ലേ? മൂപ്പാട്ടങ്ങൾ പാപ്പ മരിക്കുന്നവരെ സുന്നി സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. ആ വഴി നിൽക്കുക. ബാബക്ക് തങ്ങൾ മരണം വരെ വിദ്യാഭ്യാസ ബോർഡിന്റെ നേതാവാണ്. സമസ്തകളെ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് എന്ന കാര്യം ഉണ്ടാക്കിയത്. അവരെ വഴി അങ്ങനെ നിന്നു. അള്ളാഹു ആ കൂട്ടത്തിലേക്ക് ആ മഹാന്മാരെ പിടിച്ചുകൊണ്ടുപോകുമ്പോ അള്ളാഹു നമ്മളെ കൊണ്ടുപോകുമല്ലോ. അള്ളാഹു തോന്നിച്ചു മഹാന്മാർക്ക് പ്രധാനം ഹജ്ജിലൊരുമിച്ചുകൂടിയില്ലല്ലോ. അവിടെയല്ലേ സംസം കിണറുള്ളത്. ആ സംസം എന്ന വെള്ളമാ. ആ വെള്ളം ഒരു മഹാന്റെ കാലിന്റെ ചുവട്ടിലുണ്ടായതാ. ആ സംസമിൽ പ്രധാനമുണ്ട് എന്തിനേക്കാൾ എന്താ പറഞ്ഞത്? ഹൗദുൽ കൗസറിന്റെ വെള്ളത്തിനേക്കാൾ പ്രധാനമാണ് എന്ത്? സംസം. കൂട്ട് പറഞ്ഞൊക്കെ പേടിച്ച് പറയണ്ട. കസിന് പേടിച്ച് പറഞ്ഞതാണോ എന്ന് വേണ്ട. അന്ത്യനാളിൽ കുടിക്കുന്ന കൗസറിനേക്കാൾ പ്രധാനപ്പെട്ട വെള്ളമാണ് എന്ത്? കൗസറിന്റെ അഭാവം അങ്ങനെ പറഞ്ഞതാണ്. സംസം അങ്ങനെയല്ല. അത് ഒരു സ്വാലിഹിന്റെ അത്രവിലുണ്ട്. ആരുടെ? ഇതാണ് സുന്നത്ത്. أفضل المياه ماء قد نابع من بين إصبع النبي المتبع يليه ماء زمزم فالكوثر وأفضل المياه ماء قد نابع من بين إصبع النبي. ഏറ്റവും നല്ല വെള്ളം മുസ്തഫ നബിയുടെ കയ്യിൽ നിന്ന് വന്ന വെള്ളമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം മഹാനായ ഹബീബായ നബിയ യലീഹി മാ ഹബീബായ റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് വന്ന വെള്ളം ഇന്ന് ലോകത്തില്ല. 1500 സ്വഹാബികൾക്ക് കിട്ടി. അത് കഴിഞ്ഞു. ഇന്നിപ്പോൾ രണ്ടാമത്തെ വെള്ളമായ സംസം. രണ്ടാം സ്ഥാനമാണ് സംസം വെള്ളത്തിന്. പറഞ്ഞേക്ക് 3-ാം സ്ഥാനമാണ് വെള്ളത്തിന്. മഹാന്മാരുടെ يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. അവരെ വഴിയാണ് വഴി. അള്ളാഹുവിന്റെ ഒറ്റ നോക്കിയിട്ട് ഞാൻ അവസാനിപ്പിക്കാം. മുഅ്മിനീങ്ങളെ ഇസ്ലാം അതിന് പ്രാധാന്യം. അതാണ് ഈ പറയുന്നത് പ്രവർത്തനത്തിന്റെ അകത്ത്. قال له ربه أسلم قال أسلمت لرب العالمين ووصى بها إبراهيم بنيه ويعقوب يا بني إن الله اصطفى لكم الدين فلا تموتن إلا وأنتم مسلمون. صلاة الله سلام الله على رسول الله صلاة الله سلام الله على ياسين حبيب الله. ഇതിനാ ഇബ്രാഹിം ഒറ്റ വാക്ക് ഒരു മർമ്മം നിങ്ങളെ മനസ്സിലേക്ക് ഇട്ട് തരുന്നു. മുഅ്മിനീങ്ങളുടെ വഴി. പിന്നെ എനിക്ക് ഇതുവരെ ഞാൻ മുഅ്മിനീങ്ങളുടെ വഴി പറഞ്ഞു. ഇനി ഞാൻ പറയാവുന്നത് മറ്റെന്തിനേക്കാളും ഇസ്ലാമിൽ ഇതാണ് ഇബ്രാഹിം. അത്ഭുതവിളക്കിനേക്കാൾ അങ്ങനെ ചരിത്രത്തിൽ ഒരു കഥയാണെങ്കിലും ഒരു ചെല്ലുണ്ടല്ലോ. വലിയ ഒരു പ്രാർത്ഥനാ
അവസരം ലഭിച്ചു. സയ്യിദുനാ ഇബ്രാഹിം കഅബാലയം പുതുക്കി പണിയാൻ അല്ലാഹു കൽപ്പിച്ചു. ഇന്ന് പുതുക്കി പണിയുന്നില്ലേ? ഇന്ന് മന്ത്രിസഭ കൽപ്പിച്ചതാണ്. മനസ്സിലായില്ല? നിങ്ങൾ മനസ്സിലാക്കിയ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പുതുക്കി പണിതത് പോലെയല്ല പിന്നെ പുതുക്കി പണിതത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കരാർ കൊടുത്തത് ആരാണ്? ഇന്ന് പുതുക്കി പണിയുന്നത് സൗദി ബില്ലാദൻ കമ്പനിയാണ്. അവർക്ക് കരാർ കൊടുക്കുന്നത് അബ്ദുള്ള രാജാവാണ്. ഇത് പുതുക്കി പണിതത് ആരാണ്? ഇബ്രാഹിം നബിയാണ്. കരാർ കൊടുത്തത് أن تخر بيتي للطائفين والعاكفين والركع السجود. അള്ളാഹു കരാർ കൊടുത്തു. അതിന്റെ പണിയെടുക്കുകയായിരുന്നു സയ്യിദുനാ ഇബ്രാഹിം. ഞാൻ അവിടെ രണ്ടായത്ത് ഓതിയിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് എക്കാലത്ത് സൂക്ഷിക്കാൻ ഒരു ആശയം കിട്ടുന്നത് അവസാനിപ്പിക്കാം. إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. وإذ يرفع إبراهيم القواعد من البيت കഅബാലയം പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു സയ്യിദുനാ ഇബ്രാഹിം. പള്ളികളുടെയും ഒരു പള്ളി പണിയെടുക്കുന്ന ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ഒരാൾക്ക് ആ നേരത്തെ അല്ലാഹുവിനോട് സ്വീകരിക്കും. കാരണം ഖൈറുൽ ബിലാദി മസാജിദുഹാ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഭവനം എങ്കിൽ പള്ളികളുടെയും പള്ളിയല്ലേ പള്ളികളുടെയും കഅബാലയം പടുത്തുയർത്തുക അതങ്ങോട്ട് മഹത്വവൽക്കരിച്ചു. കഅബാലയത്തിന്റെ അടിത്തറ പൊക്കിക്കൊണ്ടിരിക്കവേ കഅബാലയത്തിന്റെ അടിത്തറ പൊക്കിക്കൊണ്ടിരിക്കവേ സയ്യിദുനാ ഇബ്രാഹിം പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥന? ആദ്യം പ്രാർത്ഥനക്ക് പ്രാർത്ഥിച്ചു. ربنا تقبل منا إنك أنت السميع العليم. പ്രാർത്ഥനക്ക് പ്രാർത്ഥിച്ചു. അല്ലാഹുവേ ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ. ഈ പ്രവർത്തനവും ഈ പ്രാർത്ഥനയും സ്വീകരിക്കണമേ. പ്രവർത്തനത്തിനും പ്രാർത്ഥനക്കും പ്രാർത്ഥിച്ചു സയ്യിദുനാ ഇബ്രാഹിം. പ്രാർത്ഥനക്ക് പ്രാർത്ഥിച്ചു. ഇനി പ്രാർത്ഥന എന്താ? പ്രാർത്ഥനക്ക് പ്രാർത്ഥിച്ചു. ആദ്യം പ്രാർത്ഥനക്ക് പ്രാർത്ഥിച്ചു. ഇനി എന്താ പ്രാർത്ഥന? ഈ കേട്ടോ പ്രാർത്ഥന. ربنا وجعلنا مسلمين لك ربنا وجعلنا مسلمين لك അല്ലാഹുവേ ഞങ്ങളിൽ ഇസ്ലാമിയത്ത് നിലനിർത്തണമേ. നമ്മളെ പരിപാടി അവസാനിപ്പിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ലോകത്തെ ഏറ്റവും വിലയുള്ള ആഗ്രഹിക്കപ്പെട്ട കാര്യം ഇസ്ലാമാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മനസ്സിലാവുന്നില്ല മുഅ്മിനീങ്ങളെ? ഈ ലോകത്തെ ഏറ്റവും വിലയുള്ള കാര്യം ഈ ലോകത്തെ ഏറ്റവും വിലയുള്ള കാര്യം ഇനി ഒരു പ്രാർത്ഥന കൂടിയുണ്ട്. അന്ത്യനാൾ വരെ ഇസ്ലാം നിലനിർത്തുന്ന റസൂൽ എന്റെ പരമ്പരയിൽ വരെയാണ്. അതെന്തിന്? എന്റെ പരമ്പരയിലെ ഒരു കുട്ടി അന്ത്യനാൾ വരെ ഇസ്ലാം നിലനിർത്തും. മനസ്സിലായില്ല നിങ്ങൾക്ക്? പ്രാർത്ഥന അത്രേ ഉള്ളൂ. ഇന്ന മുസ്ലിംമാരെ അന്ത്യനാൾ വരെ ഇസ്ലാം നിലനിർത്തുന്ന മകൻ എന്റെ മകനാകണമേ. ആര്? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു സലാമുല്ലാഹ് അലാ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഇസ്ലാമാണ് ലോകത്തെ ഏറ്റവും വലിയ കാര്യം. രണ്ട് കാര്യമാണ് ഇസ്ലാമിന്റെ മൂലധനം. വാജിബിനെ ഒഴിവാക്കിയാൽ ഇസ്ലാം നഷ്ടപ്പെടും. ഹറാമിനെ സ്വീകരിച്ചാലും ഇസ്ലാം നഷ്ടപ്പെടും. ഇത് നോക്കൂ. എന്താ വാജിബിനെ ഒഴിവാക്കിയാൽ ഇസ്ലാം നഷ്ടപ്പെടും. സ്വീകരിച്ചാലും ഇസ്ലാം നഷ്ടപ്പെടും. ഒന്നുകൂടെ പറയാം. വാജിബിനെ ഒഴിവാക്കിയാൽ ഇസ്ലാം നഷ്ടപ്പെടും. ഹറാമിനെ സ്വീകരിച്ചാലും ഇസ്ലാം നഷ്ടപ്പെടും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. പറഞ്ഞോടത്ത് പറഞ്ഞില്ലേ? നമസ്കാരം പറഞ്ഞില്ലേ? അമലുകളൊക്കെ പറഞ്ഞിട്ടില്ലേ? അർക്കാൻ എന്ന നിലനിർത്തുന്ന ഘടകങ്ങൾ. വാജിബിനെ ഒഴിവാക്കിയാൽ ഇസ്ലാം നഷ്ടപ്പെടും. പിന്നെ
ഹറാമിനെ സ്വീകരിച്ചാൽ ഇസ്ലാം നഷ്ടപ്പെടും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. വ്യഭിചരിക്കുന്നവൻ മുഅ്മിനാവൂല എന്ന് ഹബീബാ നബി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമ്മളെ കാക്കട്ടെ. നമ്മളെ കാക്കട്ടെ. അല്ലാഹു അക്ബർ. അല്ലാഹു കാക്കട്ടെ. നമ്മളെ കാക്കട്ടെ. ഹജ്ജ് ചെയ്താൽ എല്ലാ ആസക്തിയും കാമ വികാരങ്ങളും ആസക്തികളും മറച്ചു പിടിച്ച് അതിനൊക്കെ അടക്കിയിട്ട് ഒരാൾ ചെയ്താൽ അത് ധനത്തെ വെച്ചു കൊണ്ടുവരും. ഹജ്ജ് നടന്നാൽ മുസ്ലിം സമുദായത്തിലെ റഹ്മത്ത് നിലനിൽക്കും. വിചാരം നടന്നാലോ നിങ്ങളോട് പറയുന്നത് ഹജ്ജ് ധനത്തെ കൊണ്ടുവരും, വ്യഭിചാരം ദാരിദ്ര്യത്തെ കൊണ്ടുവരും. മനസ്സിലായില്ല? അപ്പോൾ വാജിബ് ഹറാമിന്റെ പ്രവർത്തനങ്ങൾ ഈ ലോകത്തും സ്വാധീനിക്കുന്നുണ്ട്, പരലോകം മാത്രമല്ല. മനസ്സിലായില്ല? മനസ്സിലായി നിങ്ങൾക്ക്? ഹജ്ജ് ധനത്തെ കൊണ്ടുവരും, ഹലാലായ ധനം ലോകത്ത് നിലനിൽക്കാൻ കാരണമാവും. എന്ത് ഹജ്ജ്? അല്ലാഹു നിലനിർത്തട്ടെ. വ്യഭിചാരമോ അതിന് നമ്മളൊക്കെ മാറി നിൽക്കണം. അതിന് നമ്മൾ എല്ലാവരും വിട്ടു നിൽക്കണം. അല്ലാഹു കാക്കട്ടെ. മറ്റൊരു കാര്യം, മുസ്ലിം സമുദായమే പലിശ എന്ന് മാത്രമല്ല, ഹറാമായ ഒരു ധനത്തിലും കൈവക്കണ്ട. അല്ലാഹു കാക്കട്ടെ. ഹറാമുമായി ബന്ധപ്പെടുന്ന ആളെ സ്നേഹിക്കാൻ പോലും പാടില്ല. അങ്ങനെ اللهم لا تجعل لفاجر ولا فاسق علي يدا ولا نعمة فيرده قلبي قال رسول الله. അല്ലാഹുവേ, ഒരു ഫാസിഖ് എന്റെ ഒരു കയ്യാളാകരുതേ, ഒരു തമ്മാടി എന്റെ ഒരു കയ്യാളാകരുതേ, ഞാനിവനെ സ്നേഹിച്ചു പോകുമേ, അതെന്നെ കാക്കണേ എന്ന് പറഞ്ഞിരുന്നു പുണ്യനബി. ഫാസിഖിനെ വിട്ടു നിർത്തണം. اللهم لا تجعل لفاجر ولا فاسق علي يدا ولا نعمة فيرده قلبي. അതുകൊണ്ട് ഹറാമ് നമ്മൾ സ്വീകരിക്കരുത്, ഹറാമിലേക്ക് നമ്മൾ കടുക്കരുത്. നിങ്ങൾ കൊടുവള്ളി, താമരശ്ശേരിയൊക്കെ ഒരു പുതിയ സമ്പർക്കം നിലവിൽ ഇപ്പോഴുണ്ട്. എന്താണത്? ജ്വല്ലറികളുടെ നാടാണ് കൊടുവള്ളി, താമരശ്ശേരിയൊക്കെ. 1 ലക്ഷം രൂപയുടെ കൊണ്ടേ കൊടുക്കുക, എന്നിട്ട് മാസത്തിൽ 2000-3000 വാങ്ങിക്കൊണ്ടുപോവുക. ഇങ്ങനത്തെ ഒരു സമ്പ്രദായങ്ങൾ ഇവിടെയൊക്കെ നിലനിൽക്കുന്നുണ്ട്. അത് പച്ചപ്പലിശ, അത് ഹറാമാണ്. അത് ഉള്ള മുതലിനെയും നശിപ്പിക്കും. അത് നമുക്ക് നരകം വാങ്ങിട്ട് കാക്കട്ടെ. അത് ഒരിക്കലും കച്ചവടമല്ല. നിങ്ങൾക്ക് മനസ്സിലായോ പറഞ്ഞത്? ഇന്നൊരു ഫിക്സഡ് വരുമാനം വാങ്ങിപ്പോരുക. ഇവിടെയൊക്കെ ഉണ്ട്. പെൺകുട്ടികൾ പണ്ടൊക്കെ കൊണ്ടുപോയി വിറ്റിട്ട് എന്ത് ചെയ്യാൻ ജ്വല്ലറിയിൽ നടക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിന്റെ പേരിൽ ലാഭം വാങ്ങുക. ഇത് ഈ സമ്പ്രദായങ്ങളിൽ ഈ ഭാഗങ്ങളിൽ നിലനിൽക്കുന്നു. അത് നിലനിന്ന് വന്നാൽ ഉള്ള മുതലൊക്കെ നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു കാക്കട്ടെ. അല്ലാഹു കാക്കട്ടെ. അല്ലാഹു കാക്കട്ടെ. കേരളത്തിൽ ഏറ്റവും വലിയ കാർഷിക വിപണി ഉണ്ടായിരുന്ന ചില മേഖലകൾ എല്ലാം തകർന്ന തരിപ്പണമായി. എന്തുകൊണ്ട്? അവരുടെ ആധാരവും പടിയാധാരവും അവർ ബാങ്കിൽ കൊണ്ടുപോയി വെച്ചു. പലിശ മനുഷ്യനെ എല്ലാം നശിപ്പിച്ചു. അല്ലാഹു തആല കാക്കട്ടെ. യമഹഖുല്ലാഹുർ റിബ യമഹഖുല്ലാഹുർ റിബ യമഹഖുല്ലാഹുർ റിബ. പലിശ തൊട്ടത് മുഴുവൻ അല്ലാഹു നശിപ്പിക്കുമെന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതൊക്കെ പഴയ രീതിയാ, നമ്മളൊന്നും വിട്ടുപോണ്ട. അതൊക്കെ അതാണ് ഹക്ക്. അതൊക്കെ ആ രീതി. രാത്രി 12 മണി വരുമ്പോഴത്തേന് ആളുകൾക്ക് ഉറക്കം വരാൻ തുടങ്ങും. അപ്പോൾ പിന്നെ വാക്കുന്നു. എന്നിട്ട് സുബഹി വരെ വയറു പറയും. ഇന്ന് സുബഹി നിസ്കരിച്ചിട്ട് അങ്ങനെയാണ് ഈ ദീനൊക്കെ നിലനിർത്തിയത്. സുഖപുരം അബൂബക്കർ മുസ്ലിയാർ, വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ, പറവണ്ണ മറ്റേക്കുട്ടി മുസ്ലിയാർ, പതിയ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ, അമ്മയൂർ മുഹമ്മദ് മുസ്ലിയാർ, അതിർശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ, അല്ലാഹു അവരെയും നമ്മയും ജന്നാത്തിൽ ചേർക്കട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇത് യംഹഖുല്ലാഹുർ റിബ യംഹഖുല്ലാഹുർ റിബ യംഹഖുല്ലാഹുർ റിബ. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ അത്ഭുതം അമേരിക്ക തകർന്നു എന്നതാണ്.
എന്നാൽ അമേരിക്ക തകരുന്നു. എന്തുകൊണ്ട്? എന്നാൽ ഭൗതികമായ ഒരു സാഹചര്യവും അമേരിക്ക തകരാനില്ല. കാരണം ലോകത്തെ വരുമാനങ്ങളുടെ 60% എത്തുന്നത് അമേരിക്ക. ഭൗതികമായ വ്യാഖ്യാനത്തിൽ അമേരിക്ക തകരൂല. കാരണം ലോകത്തെ മൊത്തം വരുമാനങ്ങളുടെ 60% എത്തുന്നത് അമേരിക്കയുടെ പട്ടാളത്തിന്റെ 40% തീറ്റിപ്പോറ്റുന്നത് മറ്റു രാജ്യങ്ങളാണ്. യുദ്ധം ചെയ്യും, ശമ്പളവും തീറ്റിപ്പോറ്റലും മറ്റുള്ളവർ ചെയ്യണം. വരുമാനം കൂടുതൽ, ചെലവ് കുറവ്. യൂറോവിനെയും പെട്രോളിനെയും ക്രൂഡ് ഓയിലിനെയും ഒക്കെ വില കണക്കാക്കിയവരായിരുന്നു. ദീനാറിന്റെ വില കണക്കാക്കിയവരായിരുന്നു. ഈ തെങ്ങിന് ഇടുന്ന വളത്തിന്റെ വില പോലും കണക്കാക്കിയവരായിരുന്നു. ഈ വളത്തിൽ FACT വളത്തിൽ ഇക്കൊല്ലം എന്തെങ്കിലും വില കുറച്ച് കൊടുക്കേണ്ടതുണ്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കേണ്ടത് അവരായിരുന്നു. ഈ കുഞ്ഞന്മാർ പഠിക്കുന്ന വിദ്യകൾ എന്തായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടതും അവരായിരുന്നു. എല്ലാ സോഫ്റ്റ്വെയറിന്റെയും അധിപന്മാരവരായിരുന്നു. പിന്നെങ്ങനെ തകർന്നു? എന്നെ തകർന്നത് യമഹഖുല്ലാഹുൽ റിബാ, യമഹഖുല്ലാഹുൽ റിബാ, യമഹഖുല്ലാഹുൽ റിബാ. ലോകരാജ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പലിശക്ക് പൈസ കടം കൊടുത്ത രാജ്യമാണ്. പലിശ തൊട്ടത് മുഴുവൻ മനസ്സിലായില്ലേ? ഖുർആൻ ജയിച്ചു, അമേരിക്ക ജയിച്ചു. പിന്നെ തോറ്റു നമുക്ക് മനസ്സിലാകാത്തത് നമുക്ക് പേടിയാ. നമുക്ക് കാര്യമില്ലാത്തതിനെ പറ്റില്ല. മുമ്പ് തിരുത്തലുണ്ടായിരുന്ന ഈ ചുങ്കം പിരിക്കുന്നിടത്ത് മീശി വിളിച്ചിങ്ങനെ വന്നിരിക്കും. എന്നിട്ട് ആരെങ്കിലും ചുങ്കം കൊടുത്തിട്ടില്ലെങ്കിൽ പറയും, ഇതാ ചുങ്കം കൊടുക്കാതെ ആരെങ്കിലും പോകുന്നുണ്ടാ പറയും, ഇതാ ഞാൻ ഇവിടുന്ന് എണീക്കും, അല്ലെങ്കിൽ ചുങ്കം കൊടുക്കും. പിന്നെ മീശ കണ്ട് പേടിച്ചിട്ട് എല്ലാവരും ചുങ്കം കൊടുത്തു പോകും. അങ്ങനെ ഒരിക്കലും ഒരു ഇവനെപ്പോൾ വേറൊരു പ്രാന്തനാണ് ചുങ്കം കൊടുക്കുന്നിടത്ത് യാത്രക്കാരനായി വന്നത്. അയാൾ ചുങ്കം കൊടുക്കാൻ പഠിച്ചപ്പോൾ ഇപ്പോഴും ഇയാൾ പറഞ്ഞു, ഞാനിവിടുന്ന് അങ്ങോട്ട് എണീക്കും, ചുങ്കം വലിയ കൊടുത്തു. അപ്പോൾ ഇയാൾ വന്ന ചൂടൻ പറഞ്ഞേ, എന്നാ നീ അവിടെ നിന്ന് എണീക്ക്, ഇവിടെ ഞാൻ ചുങ്കം കൊടുക്കണുള്ളൂ. അപ്പൊ നോക്കുമ്പോ ഇയാൾക്ക് ഇയാളെ രാവിലെ കാലില്ല, മണൽ കൊണ്ടത് അങ്ങനെ ഇല്ല. എന്തേ ഉള്ളൂ? മീശം എണീക്കാൻ പറ്റില്ല. ഈ ഇത് കണ്ടിട്ട് പേടിച്ച് നടക്കാൻ പറ്റില്ല. എന്നതുപോലെ കാലില്ലാത്ത മീശക്കാരനാണ് അവന് നമ്മൾ പേടിക്കുന്നത്. നമ്മളെ ഉള്ളിൽ അല്ലാഹു തആല ഭയമിട്ട് തന്നുകൊണ്ടാണ്. നമ്മളെ കാക്കട്ടെ. ഇവിടെ അടിസ്ഥാനം എന്തേ സംഭവിച്ചത്? യമഹഖുല്ലാഹുൽ റിബാ, യമഹഖുല്ലാഹുൽ റിബാ, യമഹഖുല്ലാഹുൽ റിബാ. ഒരാള് ഹജറുൽ അസ്വദിനെ ഹഖായി ചുംബിച്ചാൽ അത് അള്ളാഹുവിന്റെ അടുക്കൽ സാക്ഷ്യവും. എന്താ ഹഖായി ചുംബിക്കുക എന്ന് പറഞ്ഞാൽ? ഹജ്ജിന് പോയ പൈസയിൽ ₹1 ഹറാമില്ല. നിങ്ങൾക്ക് മനസ്സിലായോ കുട്ടികളെ? മനസ്സിലായോ? മനസ്സിലായി പറഞ്ഞത് ഒരാൾ ഹജറുൽ അസ്വദിനെ ഹഖായി ചുംബിച്ചാൽ അന്ത്യനാളിൽ ഹജറുൽ അസ്വദിന് നാവുണ്ടാവും, കണ്ണുണ്ടാവും, ചെവിയും ഉണ്ടാകുമെന്ന് മുഹമ്മദ് നബി അള്ളാന്റെ കോടതിയിൽ മലയേക്കാൾ വലിപ്പുണ്ടാവും. എന്ത്? മനസ്സിലായി? അള്ളാന്റെ കോടതിയിൽ ഉഹുദ് പർവ്വതത്തെക്കാൾ വലിപ്പമുണ്ടാകും ഈ ചെറിയ കല്ല്. അതിനെന്തുണ്ടാവും? അള്ളാന്റെ കോടതിയിലേക്ക് ഒരു ഒറിജിനൽ ഹജ്ജ് ഇങ്ങനെ വരുമ്പോൾ അത് പറയും, അല്ലാഹുവേ, ഇയാള് എന്നെ ചുംബിക്കാൻ വേണ്ടി എത്ര ദൂരന്നാണ് ഈ സാധു വന്നത്, ഇയാളെ നരകത്തിലേക്ക് അയക്കരുത് എന്ന് പറയും. അല്ലാഹു ഭാഗ്യം നമുക്ക് തരട്ടെ. അല്ലാഹു ഭാഗ്യം നമുക്ക് തരട്ടെ. അല്ലാഹു ഭാഗ്യം നമുക്ക് തരട്ടെ. അവിടെ ഒരു വാക്ക്, ആ ഹക്ക് എന്ന വാക്ക് മുപ്പത്തിന് വിശദീകരിക്കുന്നത് എന്താണെന്നറിയോ? അയാൾ കൊണ്ടുപോയ ഉറുപ്പികയിലോ അയാളുടെ ചോരയിലോ ഹറാമായ ഭക്ഷണമോ ഹറാമായ വഴിച്ചലവോ ഇല്ല. മനസ്സിലായി? അയാൾ വഴിച്ചലിന് വേണ്ടി എന്തെടുത്തിട്ടില്ല? ഹറാമില്ല. പിന്നെ എന്തുമില്ല. ഹറാമായ ഭക്ഷണം കഴിച്ച ഒരു ചോരയും അയാൾക്ക് ഉറക്കങ്ങൾ പറ ഇല്ല എങ്കിലേ ഹജറുൽ അസ്വദ് സാക്ഷ്യം നൽകും. ഇതാണ് ഇസ്ലാമിയത്തിന്റെ സന്ദേശം. ധനം ഹലാലാക്കുക, നല്ലവരായി ജീവിക്കുക, മുത്തഖീങ്ങളാകുക, പടച്ചവനെ പേടിക്കുക, സാലിഹീങ്ങളോട് കൂട്ടുകൂടുക. സമസ്ത ജനത്തുല്ലുമ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രധാനമാണ്. കൂടെ നിന്ന് ഭാവിയിലെ മുസ്ലിം ഉമ്മത്തിന്റെ വിജയത്തിന് വേണ്ടി അധ്വാനിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ.